ആരും കാണാത്ത യുദ്ധങ്ങൾ നമുക്കൊപ്പം ചേരുന്നു എഴുത്തുകാരനും റേഡിയോ ജോക്കിയും നടനുമായ ജോസഫ് അന്നംകുട്ടി ജോസ്. ഏറ്റവും സ്നേഹത്തോടു കൂടി സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിത് വിചാരിച്ചിരുന്നത് അരമണിക്കൂറിന്റെ പരിപാടിയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. 1 മണിക്കൂർ നിങ്ങളോട് സംസാരിക്കണം. സത്യമായിട്ട് എനിക്കറിയില്ല എന്താ സംസാരിക്കേണ്ടതെന്ന്. പിന്നെ ഇതെല്ലാം യൂട്യൂബിൽ വരും എന്നുള്ളതൊരു ബാധ്യത കൂടിയാണ്. ഇത് നമ്മുടെ അവസ്ഥ ആളുകൾക്കറിയാം. നമ്മൾ രാവിലെ 3 മണിക്കൊരു സെഷൻ, അത് നിങ്ങൾ ആരിലും ഇരുന്നായിരുന്നോ? എത്ര പേരുണ്ടായിരുന്നു? അത് ശരി, അപ്പോൾ പുതിയതായിട്ടൊന്നും കേൾക്കാനില്ല, എല്ലാം പഴയ കാര്യങ്ങളൊക്കെ തന്നെ. ഞാൻ ഇതിൻ്റെ ഒരു പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആരും കാണാത്ത യുദ്ധങ്ങൾ എന്നാണ് എൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ പേരാണ്. അപ്പം എന്തുകൊണ്ട് അങ്ങനൊരു പേരിട്ടു എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ പോലെ ഒരുപാട് ബാറ്റിൽസ് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. നമ്മളെത്ര മോട്ടിവേഷണൽ സ്പീക്കറാണ്, RJ ആണ്, ഫേമസ് ആണ്, പബ്ലിക് ഫിഗർ ആണെന്നൊക്കെ പറഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിസ്സാരനായൊരു മനുഷ്യനാണ് ഞാൻ. വളരെ നിസ്സാരനായൊരു മനുഷ്യൻ. ചില മിസ്റ്റേക്കുകളിൽ ഇറിറ്റേറ്റഡ് ആകുന്ന, ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന, മനസ്സിലാകാൻ പറ്റാതെ പോകുന്ന വെറും നിസ്സാരനായ മനുഷ്യനാണ് ഞാൻ. പക്ഷെ എന്തുകൊണ്ടോ എല്ലാ മനുഷ്യരുടെയും, അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന മനുഷ്യരൊക്കെ വിചാരിക്കുന്നത് നമ്മളിൽ എന്തോ ഉണ്ടെന്നും നമ്മൾ വലിയൊരു സെൻസിബിലിറ്റിയിൽ എത്തിയെന്നും കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കിയും എല്ലായ്പ്പോഴും വളരെ ഭംഗിയായി ബിഹേവും ചെയ്യുന്ന ഒരാളാണെന്നാണ് ഒരു തെറ്റിദ്ധാരണ. ഞാൻ കടന്നു പോകുന്ന യുദ്ധങ്ങളെ കുറിച്ച് എനിക്ക് മാത്രമേ അറിവുള്ളൂ. ഞാൻ രാവിലത്തെ സെഷനിൽ പറഞ്ഞിരുന്നു, എനിക്കൊരു ബ്രേക്കപ്പ് സംഭവിച്ചിരുന്നു. ഒരു 3.5 വർഷത്തോളം നമുക്കുണ്ടായൊരു സ്നേഹബന്ധം തകർന്നടിഞ്ഞു പോവുകയാണ്. നമ്മൾ ഞെട്ടിപ്പോവാണ്, ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. നമ്മൾ ഒരിക്കൽ പോലും നമ്മളെ പറ്റിക്കില്ലെന്നും ചതിക്കില്ലെന്നും സന്തോഷപൂർവ്വം മുമ്പോട്ട് പോകുമെന്നും കരുതിയൊരു കാര്യം തകർന്നു പോയപ്പോ ആര് എന്ത് പറഞ്ഞിട്ടും അതൊക്കെ പിടിച്ചേക്കാൻ പറ്റണില്ല. സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തപ്പോൾ എൻ്റെ തന്നെ വീഡിയോ എൻ്റെ മുമ്പിൽ വന്നു. നിങ്ങൾക്ക് അനുഭവം ഉണ്ടായുണ്ടോ? സ്വന്തമായി ചെയ്ത ഒരു സംഭവം നമുക്ക് സജഷനായിട്ട് വരാം. എനിക്കൊരിക്കൽ ആമസോണിൽ നിന്ന് വി സജസ്റ്റ് യു ദിസ് ബുക്ക് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ചാരന്മാർ വന്നായിരുന്നു. അത് ഞാനെഴുതിയ പുസ്തകം. നിങ്ങൾ വായിച്ചു ചിലപ്പോൾ നന്നാവുമെന്നാണ് ആമസോൺ പറഞ്ഞത്. അങ്ങനെ എൻ്റെ തന്നെ വീഡിയോ വന്നത് ബ്രേക്കപ്പിനെ കുറിച്ചിട്ടാണ്. അത് ഞാൻ പറഞ്ഞ ഫേമസ് സെന്റൻസ് ആയിരുന്നു. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് നോട്ട് എ ബ്രേക്ക് ഡൗൺ, ഇറ്റ്സ് ബ്രേക്കപ്പ്, വേക്കപ്പ് എന്നുള്ളൊരു വാചകമായിരുന്നു. അത് കണ്ടിട്ട് ഞാനിങ്ങനെ പുച്ഛത്തോടുകൂടി തള്ളിക്കളയായിരുന്നു. ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതിയ ഒരുപാട് പേർ എൻ്റെ അടുത്ത് വന്ന്, സാർ ആ സെന്റൻസ് എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞ അതേ വാചകം എന്നെ നോക്കി പല്ലിടിക്കുന്നു. ഞാനന്ന് വേദനയോടുകൂടി മനസ്സിലാക്കിയ കാര്യം ഇതാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളെ സഹായിക്കണമെന്നില്ല. നിങ്ങൾക്ക് വളരെ ഭംഗിയായി മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാൻ പറ്റും. ഞാൻ പലപ്പോഴും ഇപ്പൊ എന്നെ കാണുന്നത് ഈ പാടത്തെ ചെളിയിൽ ഇങ്ങനെ കാല് ചവിട്ടി നിന്നിട്ട് മുകൾ ഭാഗം മാത്രമേ ആളുകൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് മുഴുവൻ വൃത്തിയെ കുറിച്ചിട്ടാണ്. എങ്ങനെ ഭംഗിയായി കാല് കഴുകണം, എങ്ങനെ ഭംഗിയായി വസ്ത്രം സൂക്ഷിച്ച്. എനിക്കറിയാം എൻ്റെ കാലിൻ്റെ അടി മുഴുവൻ ചെളിയാണ്. അങ്ങനെ കഴിഞ്ഞൊരു ബ്രേക്കപ്പിന് ശേഷവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ച പല സങ്കടങ്ങളും ഓർത്തപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഞാൻ എത്ര നിസ്സാരനാണ്. മനുഷ്യരോട് ഇതൊക്കെ വിളിച്ചു പറയണം. നിങ്ങൾ കരുതുന്ന പോലെയല്ല വലിയ ഉപദേശം. ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, യേശുക്രിസ്തു മാറി നിന്ന് കരഞ്ഞിട്ടുണ്ടാവും, ശ്രീനാരായണ ഗുരു കരഞ്ഞിട്ടുണ്ടാവും, ബുദ്ധൻ കരഞ്ഞിട്ടുണ്ടാവും. അവര് പറഞ്ഞ വാചകങ്ങൾ നമ്മളെ പിടിച്ചെടുത്തുമ്പോൾ അവര് വീടിന്റെ അകത്തളങ്ങളിലൊക്കെ പടയോട്ടങ്ങളായിരുന്നു കാണും. ആർക്കറിയാം? ഇങ്ങനൊരു പുസ്തകത്തിന് ആരും കാണാത്ത യുദ്ധങ്ങൾ ടൈറ്റിൽ ഇടാൻ കാരണം, ഞാനിങ്ങനെ പറയുമ്പോൾ പോലും സ്വന്തം വീഡിയോ എന്നെ സഹായിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഞാൻ കടന്ന ഒരു യുദ്ധത്തെ കുറിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഈ കഴിഞ്ഞ KLF കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിൽ പങ്കെടുത്തപ്പോൾ ഞാനൊരു കഥ KLF എന്നെ കേട്ട ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഓക്കെ. ഞാനൊരു ന്യൂസിലാൻഡിലെ ഒരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞായിരുന്നു. ബാക്കി കേൾക്കാത്തവർക്ക് വേണ്ടി പറയാം. ഒരു പെൺകുട്ടി തൻ്റെ ചെറിയ കുഞ്ഞുമായിട്ട് എന്നെ കാണാൻ വരുന്നു. എന്നോട് പറയാണ്, ജോസഫ് മാരീഡാണ്, ഹസ്ബൻഡ് ഉണ്ട്, പക്ഷെ വേറൊരു ജീവിതമാണ് ഞാൻ ജീവിക്കണേന്ന്. അപ്പൊ എനിക്ക് മനസ്സിലാവും വേറൊരു ജീവിതമാണ് ഞാൻ ജീവിക്കുന്നത്. അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, വിവാഹം കഴിഞ്ഞപ്പോഴാണ് തിരിച്ചറിയുന്നത് ഭർത്താവ് ഒരു ഗേ ആണ്. പ്രായമായി, നീ കല്യാണം കഴിച്ചാൽ മതിയാകുമെന്ന് പറഞ്ഞ അയാളെ കെട്ടിച്ചതാണ്.
ഹസ്ബൻഡ് ഗേ ആണെന്ന് തിരിച്ചറിയുന്നു. പക്ഷെ അവർക്ക് കുഞ്ഞുണ്ടായി. അതൊരു കണ്ണടച്ചുള്ളൊരു പ്രോസസ്സിൽ സംഭവിച്ചതാകാം. പിന്നീട് അയാൾ കൺഫസ് ചെയ്യുന്ന, കരഞ്ഞ് കാലുപിടിച്ച് പറയുന്നു, നിന്നെ ചതിച്ചതല്ല, എല്ലാവരുടെയും പറഞ്ഞ് ഇങ്ങനെ ആയാലും ശരിയാവുമെന്ന്, നിനക്കെന്നെ ഉപേക്ഷിച്ചിട്ട് പോവാം. അയാൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഇപ്പൊ അവർ താമസിക്കുന്നത് ഈ സ്ത്രീയുടെ ഭർത്താവായ ഗേ ആയ മനുഷ്യൻ, ആ ഗേയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ആള്, ഈ കുഞ്ഞ്, ഈ 4 പേര് കൂടിയാണ് ആ കുടുംബത്തിൽ ജീവിക്കുന്നത്. വെക്കേഷന് ന്യൂസിലാൻഡിൽ നിന്ന് വരുമ്പോ ബന്ധുക്കളുടെ അടുത്തും മാതാപിതാക്കളുടെ അടുത്തും സമൂഹത്തിന് മുമ്പിലും നല്ല ഫാമിലിയാണെന്ന് വെച്ചാൽ ആണ്. പക്ഷെ അവർ കടന്നു പോകുന്ന യുദ്ധം അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, ഞാൻ ഈ കഥ, ഞാനിത് നിങ്ങൾ എന്നോട് പറഞ്ഞു, ഞാനിത് ആരോട് പറഞ്ഞോട്ടെ, മനുഷ്യർ ഇത്രയും നിസ്സാരരാണ്. ഇവിടെ ഇരിക്കണ നമ്മൾ ഓരോരുത്തരെയും മാറ്റി നിർത്തി സംസാരിച്ചാൽ എന്തോരം സങ്കടങ്ങൾ നമുക്ക് ഉണ്ടാവും. എന്തോരം. സിനിമയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാള്, ഞാനൊരു ദിവസം കൊച്ചി മാരിറ്റ് ഹോട്ടലിൽ അവിടെ ഒരു ഫംഗ്ഷന് പോയതാണ്. ഇപ്പൊ താഴത്ത് നിങ്ങളുടെ കസാവ എന്നാണോ പേരെന്നറിയില്ല, ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അവരുടെ. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വളരെ പ്രശസ്തനായ നായകനായി അഭിനയിക്കുന്ന ഒരാളവിടെ ഇരിക്കുന്ന, ഇങ്ങനെ മുടിയൊക്കെ നീട്ടി ഡോ എന്നെ വിളിക്കുന്നു. ഞാൻ ഹലോ എന്തുണ്ട് വിശേഷം, ഇരിക്കി തന്നെ കാണും, എനിക്ക് മോട്ടിവേഷൻ ഓർമ്മ പറയണേന്ന് പറഞ്ഞു. കാരണം അതിന്റെ ആവശ്യമില്ല, ഞാനൊക്കെ പെട്ടിരിക്കണം. അയാളുടെ പടം ഏതാണ്ട് 50 ദിവസം ഓടിയതിന്റെ കേക്ക് മുറിച്ച് ഇങ്ങനെ കൊടുക്കുന്നത്, ഓൺലൈൻ ചാനലുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം കൂടി കണ്ട ആളാണ് ഞാൻ. പെട്ടിരിക്കണോ ചിരിച്ചിട്ട്. പിന്നെ എന്തു പറ്റി? സക്സസ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഡിറ്റാച്ച്മെന്റ്. കേക്കൊക്കെ മുറിച്ച് ഇങ്ങനെ വെക്കുന്നു, പോസ്റ്ററുകൾ ഷെയർ ചെയ്യുന്നു. ഐ ഡോണ്ട് എൻജോയ് ദിസ്. എനിക്ക് മടുത്തു. സക്സസ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. സക്സസ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമാ നടൻ കഴിഞ്ഞ ദിവസം 50 ദിവസം ആഘോഷിച്ച സിനിമാ നടനോട് പറയുമ്പോൾ ഞാൻ ആലോചിച്ചു പോകുന്നു, മനുഷ്യർ എത്ര നിസ്സാരരാണ്. ദൈവത്തിന്റെ ചാരന്മാർ എന്ന് പറയുന്ന എന്റെ പുസ്തകത്തിലെ ആദ്യത്തെ കഥ പരീക്ഷയിൽ തോക്കുമോ എന്ന് പേടിച്ചത്. അത് ഞാൻ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ, നിങ്ങൾ ആദ്യം വായിച്ചേണ്ടോ? ദൈവത്തിന്റെ ചാരന്മാർ പുസ്തകം വായിച്ചിട്ടുള്ളവരുണ്ടോ? ഇതൊക്കെ എല്ലാവരും കൂടി ഉണ്ടല്ലോ. എന്നാലും ഒന്നുകൂടി ലൈവ് പറയുമ്പോൾ കേൾക്കുമ്പോൾ അവിടെ ഒരു ആസ്വാദനം ഉണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ. പരീക്ഷയുടെ അവസാന ഘട്ടം ഞാൻ ഭയങ്കര ഉഴപ്പിലാണ്, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറ്റബോധം മൂത്തൊരു കുമ്പസാരിക്കൊരു അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്നു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ അടുത്ത ആഴ്ച പരീക്ഷയാണ്, 2 ആഴ്ചക്കുള്ളിൽ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. എന്റെ ചേട്ടൻ ഏതാണ്ട് 2 ലക്ഷം മുടക്കിയാണ് എന്നോട് പഠിപ്പിക്കുന്നത്. കുറ്റബോധം കൊണ്ട് മനസ്സ് നേരുന്നു, ഞാൻ പാപിയാണോ? അച്ഛൻ പറഞ്ഞു, മോനെ നിന്റെ പേരെന്താ? ജോസഫ്. ആ ജോസ്പേ, തൃശ്ശൂർക്കാരനാ തോന്നുന്നു. ജോസഫെ, പരീക്ഷയ്ക്ക് ഉഴപ്പി എന്ന് പറയുന്ന ഒരു പാപമൊന്നുമല്ല. എവിടെ താങ്ക് യു അച്ഛാ, അത് പാപത്തെക്കാൾ വലിയ തെറ്റാണ്. അപ്പൊ അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞു. പിന്നെ ചേട്ടൻ 2 ലക്ഷം കൊടുത്ത് നിന്നെ ബാംഗ്ലൂർ കൊണ്ടുവന്ന് ഭംഗിയായ എല്ലാ സാഹചര്യവും നിനക്ക് അനുവദിച്ചിട്ട് നീ ഉഴപ്പിയാൽ അത് തെറ്റിനേക്കാൾ വലിയ തെറ്റാണ്. ഇനി ഞാൻ നിന്നോട് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അച്ഛൻ ഇവിടെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ MA ഫിലോസഫി പഠിക്കുന്ന വൈദികനാണ്. അവിടെ എനിക്കറിയാച്ച, എനിക്ക് അടുത്ത ആഴ്ച ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാനുണ്ട്. ഓക്കെ അച്ഛാ, ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഞാനും ആ മനുഷ്യൻ ഒന്നാവും. എന്നേക്കാൾ അറിവും വിവരവും ജ്ഞാനവും കൃത്യതയുള്ള ഒരാളുടെ അടുത്ത് ഞാൻ പറയാണ് ഞാൻ ഉഴപ്പിയിട്ടുണ്ട്. അപ്പൊ അയാൾ പറയുന്നു, ഞാൻ നിന്നേക്കാൾ ഉഴപ്പനാണ്. ഏട്ടാ അയാൾ പറഞ്ഞത്, ജോസഫ് ഇനി ഞാൻ പറയുന്നത് നിനക്കും എനിക്കും വേണ്ടിയാണ്. ഒരു തോട്ടക്കാരന്റെ ഉപമ നമ്മുടെ ബൈബിളിലില്ലേ? ഒരു തോട്ടത്തിലെ പണിയെടുക്കാൻ കുറച്ച് ആളുകളെ മുതലാളി വിളിച്ചു. രാവിലെ ഉച്ചയ്ക്കും വിളിച്ചു, വൈകുന്നേരം ദിവസം അവസാനിക്കാറായപ്പോഴും വിളിച്ചു. ഒടുവിൽ എല്ലാവർക്കും കൂലി കൊടുക്കാണ്. രാവിലെ വന്നവരും അവസാനം വന്നവരും ഒരേ കൂലി കൊടുത്തു മുതലാളി. ഇപ്പൊ രാവിലെ വന്നവർ ചൂടായി. മുതലാളി കാണിക്കണത് മോശം പരിപാടിയല്ലേ? പകലിന്റെ ചൂടും വയർപ്പും കൊണ്ട് പണിയെടുത്ത ഞാനും ഈ ലാസ്റ്റ് മിനിറ്റ് കയറുന്ന അവനും അങ്ങ് ഒരേ കൂലി കൊടുത്തത് ഇൻജസ്റ്റിസ് അല്ലേ? ഇപ്പൊ ഗുരു പറഞ്ഞു, എടാ നിന്നെ ഇവിടെ ഞാൻ പണിക്കെടുക്കുമ്പോ നീ ചോദിച്ച പണം തരാമെന്ന് പറഞ്ഞ് ഞാൻ തന്നോ? അത് തന്നു. പക്ഷെ അവനും കൊടുത്തത് ഒരേ കൂലിയല്ലേ? എടാ അവസാനം വന്നവൻ എന്ത് കൊടുക്കണം എന്നുള്ളത് എന്റെ ഡിസ്ക്രിപ്ഷനാണ്. നിന്നോട് ഞാൻ ഇൻജസ്റ്റിസ് കാണിച്ചിട്ടില്ല. എനിക്കവൻ പ്രിയപ്പെട്ടവനാകാം. വൈ യു ബോദർ?
എന്നിട്ട് ഈ അച്ഛൻ എന്നോട് പറഞ്ഞു, എടാ ആ തോട്ടക്കാരൻ പോലെയാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ. നമ്മൾ രണ്ടുപേരും അവസാനം വന്ന പണിക്കാരാ. നമുക്ക് കുത്തിയിരുന്ന് പണിയെടുക്കാം, ചിലപ്പോ ഒരേ കൂലി കിട്ടിയാലോ. ഞാൻ അച്ഛനോട്, അച്ഛാ കേൾക്കുമ്പോ ഒരു മജയൊക്കെ ഉണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു അച്ഛാ പാപപരിഹാരം വേണം. ഇതിന് പാപപരിഹാരം ഒന്നുമില്ല, നീ പോയി കുത്തിയിരുന്ന് പഠിക്കുക ഒരാഴ്ച. ഞാൻ എന്റെ പേപ്പറും പ്രസന്റ് ചെയ്യാൻ ഞാനും പഠിക്കാം, നമ്മൾ രക്ഷപ്പെട്ടാലോ. ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് +2 92% കിട്ടിയ ഞാൻ ഉണർന്നു. ബികോം തകർക്കണം, കുത്തിയിരുന്ന് പഠനം, കമ്പൈൻ സ്റ്റഡി. 2 ആഴ്ച അലാം വെച്ച് പഠിക്കുന്നു, പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. 1.5 മാസം റിസൾട്ട് വന്നു. എനിക്ക് 600-ൽ 480 ഡിസ്റ്റിങ്ഷൻ. സന്തോഷം ഞാൻ അവിടെ തുള്ളിച്ചാടി. ഞാൻ എല്ലാവരോടും വിളിച്ച് നന്ദി പറഞ്ഞു. അപ്പനോട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, അപ്പാ കണ്ടോ, കമോൺ, ഞാൻ അങ്ങനെ ഉഴപ്പിയിട്ടൊന്നുമില്ല ചേട്ടാ, 2 ലക്ഷം മുടക്കിയത് വെറുതെ ആയില്ല, എനിക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ അച്ഛനോട് സംസാരിക്കാൻ വിട്ടുപോയി. ഏതാണ്ട് 1 മാസം കഴിയുമ്പോഴാണ് ഓർക്കണം, അയ്യോ ഇങ്ങനൊരു പുള്ളി ഉണ്ടായിരുന്നല്ലോ. ഞാൻ സെമിനാരിയിൽ ചെന്ന് അന്വേഷിച്ചപ്പോ അച്ഛൻ അവിടെ ഇല്ല. അച്ഛന്റെ പേര് എനിക്ക് അവിടെ, MA ഫിലോസഫി പഠിക്കുന്ന അച്ഛനോട് ഉണ്ടോ? അത് ഇവിടെ ഇഷ്ടംപോലെ പേരുണ്ട്. ഫിലോസഫി അല്ല, MA സൈക്കോളജി ആണോ? പേരറിയാമെന്ന് വെച്ചാൽ അച്ഛന്റെ പേരറിയില്ല, ഇവിടെ സൈക്കോളജി പഠിക്കുന്നു, ഇവിടെ ഒരുപാട് പേര് പഠിക്കണ്ടോ, പോയി അന്വേഷിച്ചിട്ട് വന്നു പറഞ്ഞു. എന്നെ തിരിച്ചു പോണേരത്ത് അവിടെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ഗെയിം കളിച്ചോണ്ടിരിക്കുക കുറെ പിള്ളേര്. ഞാൻ ശ്രദ്ധിച്ചു നോക്കും, നമ്മുടെ ഈ അച്ഛൻ കളിച്ചോണ്ടിരിക്കുക. ഞാൻ ഓടിച്ചെന്നു, അച്ഛാ ആരാണ്? അച്ഛൻ ജോസഫ്. ഒരു 1.5 മാസം കുമ്പസാരിക്കാൻ വന്നിരുന്നു, ഓർക്കുന്നുണ്ടോ? ഉഴപ്പിയെന്നോട്, ജോസഫേ എന്തായി? അച്ഛാ എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ആടാ കൺഗ്രാചുലേഷൻസ്. ഇത്രയൊക്കെ ഉള്ളൂ കാര്യം, മനസ്സിലായോ? ധൈര്യമായിട്ട് പോ, വന്ന് പറഞ്ഞാൽ സന്തോഷം, താങ്ക് യു അച്ഛാ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. പെട്ടെന്നാണ് ഞാൻ ഓർത്തത് അച്ഛന്റെ പ്രസന്റേഷന്റെ കാര്യം. ഓടിച്ചെന്ന്, അച്ഛാ അച്ഛന്റെ പ്രസന്റേഷൻ എന്തായി? അത് ഞാൻ പൊട്ടി. അപ്പൊ അച്ഛൻ 2 ആഴ്ചയോടെ ഒന്നും ആയില്ലേ? 2 ആഴ്ചയോടെ ഒന്നും ആയില്ലടാ. തോറ്റുപോയൊരു മനുഷ്യൻ തോറ്റിരുന്ന് എന്നെ ജയിപ്പിച്ചിട്ട് അയാൾ തോറ്റുപോയി. ആരും കാണാത്ത യുദ്ധങ്ങൾ ഇത്രേ ഉള്ളൂ. എന്റെ പുസ്തകം മാത്രം, നമുക്ക് എല്ലാവർക്കും ഇല്ലേ ഒരു കഥ. വീട്ടില് കുടുംബകലഹമുള്ള എത്രയോ പേരാണ് കുടുംബം എങ്ങനെ നന്നായി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഞാന് ഒരിക്കൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കൊടുത്തുള്ള വീഡിയോ അല്ലെങ്കിൽ കോണ്ടന്റ് എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ ഒരു ഫേക്ക് വേൾഡ് ആണെന്നാണ്. ഫേസ്ബുക്ക് അല്ല, ഫേക്ക് ബുക്ക് എന്നാണ്. ഒരു വർഷം ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിൽ റിമൂവ് ചെയ്യപ്പെടുന്നത് 2 കോടി ഫേക്ക് അക്കൗണ്ട്സ് ആണ്. എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഇൻസൈറ്റ്സ് എന്നൊരു കോളം ഉണ്ട്. അത് നോക്കിയാൽ ഇന്ന് എന്നെ 5000 പേര് അൺഫോളോ ചെയ്യുന്നുണ്ട് ഇന്ന്. പക്ഷെ 7000 പേര് പുതിയത് ഫോളോ ചെയ്യുന്നുണ്ട്. അതിന്റെ 2000 ആണ് എന്റെ ആക്ച്വൽ ഫോളോവേഴ്സ്. ഈ 5000 പേര് അൺഫോളോ ചെയ്യുന്നതല്ല, 5000 പേര് ഒരു 3000 പേരെയും ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം റിമൂവ് ചെയ്യുന്നത്. കാരണം ദേ ആർ ഫേക്ക് അക്കൗണ്ട്സ്. നമുക്കൊരു ദിവസം ഒരു ഫീച്ചർ വന്നു, ബ്ലൂ ടിക്ക് കിട്ടുന്നവർക്ക് ഒരു ഫീച്ചർ ഉണ്ട്. നമ്മൾ എത്ര പേര് ഫേക്കായി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ടെക്നോളജി ഉപയോഗിച്ച് ബട്ടൺ പ്രസ് ചെയ്തപ്പോ 1.3 മില്യണിൽ 1.5 ലക്ഷം ആളുകൾ എന്നെ ഫോളോ ചെയ്തൊരു ഫേക്കാ. അപ്പൊ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്താൽ ഈ 1.5 ലക്ഷം ഫോളോവേഴ്സ് നമുക്ക് കുറയും. അത് നമുക്ക് പറ്റില്ല. പക്ഷെ ഒരു ഫേക്കാ. വാട്ട് എ വീഡിയോ ബ്രദർ, ലവ് യു ബ്രദർ, നെവർ, ദേ ആർ ഫേക്ക് പീപ്പിൾ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നല്ല ഡ്രസ്സാട്ടോ എന്ന് നിങ്ങളോട് പറയുന്നവരൊക്കെ നിങ്ങളോട് ശരിക്കും പറയുന്നത് നല്ല ഡ്രസ്സാന്ന് തന്നെയാണോ? വെറുതെയാണ്. എന്നോടൊക്കെ എന്നെ സ്ഥലം പറയാൻ പറ്റില്ല, കൊച്ചിയിലെ പ്രശസ്തമായ ഷോപ്പിംഗ് മാൾ, അവിടുത്തെ ഒരു മാനേജർ എന്നെ കണ്ടതും, മൈ ഗോഡ്, നിങ്ങളുടെ ആദ്യത്തെ വീഡിയോ അല്ലേ ചുവന്ന ടീഷർട്ട് ഇട്ട്, അന്ന് തുടങ്ങി ഇന്ന് വരെ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഗൂസ് ബംസ് വന്നു. ഞാൻ ആദ്യത്തെ വീഡിയോ വൈറലായത് ചുവന്ന ടീഷർട്ടായിരുന്നു. എന്താണ് ഇവിടെ? ഞാൻ പറഞ്ഞു, എന്റെ പുസ്തകം ഇവിടെ ക്രോസ് വേർഡിലുണ്ട്, ചെക്ക് ചെയ്യാൻ. നിങ്ങൾ പുസ്തകം എഴുതിയിട്ടുണ്ടോ? അപ്പൊ ഞാനിങ്ങനെ പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ, ദൈവത്തിന്റെ ചാരന്മാർ, സ്നേഹം, കാമറാന്ത്. അയ്യോ ഇവിടെ കിട്ടും, ക്രോസ് വേർഡിൽ കിട്ടും. അത് കിട്ടും, ഞാൻ ഇന്ന് തന്നെ വാങ്ങിച്ചേക്കാം. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ റേഡിയോ ജോക്കിയാണ് 7 കൊല്ലമായിട്ട്. ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കാറുണ്ട്. അയാൾ ആദ്യം പറഞ്ഞ സെന്റൻസ് എന്താണ്? ചുവന്ന ടീഷർട്ട് ഇട്ട് ആദ്യത്തെ വീഡിയോ തുടങ്ങി ഇന്നലത്തെ വീഡിയോ വരെ അയാൾ ഫോളോ ചെയ്തിട്ടില്ല. ചില മനുഷ്യരിങ്ങനെ നമ്മളോട് പറയും, നല്ല ശരിയാട്ടോ, വിശ്വസിക്കരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മരിക്കുന്നതിന് മുമ്പ് ഒരാളെങ്കിലും കണ്ടെത്തണം, ഒരാളെങ്കിലും
കണ്ണും പൂട്ടി വിശ്വസിക്കാവുന്ന. എനിക്കങ്ങനെ ചില മനുഷ്യരുണ്ട്. ഞാൻ ഇന്ന് സെഷൻ ഒരുങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരെ വിളിച്ചെന്ന് ചോദിച്ചു, എടാ എനിക്ക് രാവിലെ കിട്ടിയിരിക്കുന്ന സബ്ജക്റ്റ് വിറ്റ് പോകുന്ന പുസ്തകങ്ങൾ ഒരു വിറ്റല്ല ചങ്ങാതി, 1 മണിക്കൂർ എന്ത് പറയുന്നതിനെ കുറിച്ച്. ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ ടൈറ്റിൽ ഇട്ടത് പോലും. ഇപ്പൊ നമുക്കൊരു ലോൺലിനെസ്, ഹാപ്പിനെസ്, ലൈഫൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് പറയാം. എനിക്ക് വിറ്റുപോയ പുസ്തകങ്ങളെ കുറിച്ചും പറയാൻ താല്പര്യമില്ല, വിറ്റുപോയ പുസ്തകങ്ങൾ നല്ലതായിരുന്നോ മോശമായെന്നോ പറയാൻ താല്പര്യമില്ല, എന്റെ ബുക്ക് നല്ലതാണോ എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെ 1 മണിക്കൂർ സംസാരിക്കും? അവരെനിക്ക് കുറച്ച് ഐഡിയാസ് ഒക്കെ പറഞ്ഞു തന്നു, ഞാനത് കേട്ടു. കോള് കഴിപ്പി അവരോട് ചോദിച്ചേടാ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിന്നെ ഇങ്ങനെ വിളിച്ച് നിന്റെ വിസ്ഡം എടുക്കുന്നുണ്ട്, ലോകം കരുതാൻ പോകുന്നത് ജോസഫ് അന്നൻകുട്ടിയുടെ ബുദ്ധിയാന്നാ, നിനക്ക് സങ്കടം ഉണ്ടോ അതിനകത്ത്? ഇല്ലടാ, നിന്നിലൂടെ കാര്യങ്ങൾ നടക്കണില്ലേ, എനിക്കത് മതി. അങ്ങനെ ചിന്തിക്കാൻ വലിപ്പമുള്ള ഒരു ചങ്ങാതി ഉണ്ടാവും. യഥാർത്ഥ സുഹൃത്താരാന്നറിയോ? കരയുമ്പോ ബാ ഇങ്ങോട്ട് വന്നേ നീ എന്ന് പറഞ്ഞിങ്ങനെ തലോടുന്ന ഒരാളല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കരയുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തോള് ചരിച്ചു കൊടുക്കാൻ തോന്നുന്നില്ലെങ്കിൽ നിങ്ങളൊരു മോശം മനുഷ്യനാണ്. പക്ഷെ സുഹൃത്താവുന്ന എപ്പോഴാണെന്നറിയോ? ജോപ്പന്റെ ഫ്രണ്ടാണ്, അവന്റെ ദൈവത്തിന്റെ ചാനൽ വായിക്കണം. അവൻ ആളിച്ചിരി ഫേക്കാന്നല്ലോ, അത് വെറുതെ ആള് പറഞ്ഞുണ്ടാക്കുന്നതാണ്. എനിക്ക് അടുത്തറിയാവുന്ന പയ്യനാണ്, ഡീസന്റ് ഒരുത്തനാണ് എന്ന് അവൻ പറയുന്നുണ്ടെങ്കിൽ എന്റെ സുഹൃത്താ, എന്റെ ചങ്ങാതിയാ. എന്നെ ഞാനില്ലാത്തപ്പോ എന്നെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരാളെങ്കിലും നിങ്ങൾക്കുണ്ടോ? അല്ലാതെ വരുന്ന കോംപ്ലിമെന്റ്, നിങ്ങൾ കരയുമ്പോ നിങ്ങൾക്ക് ചാച്ചേരുന്ന തോളുകളിൽ നിങ്ങൾ വിശ്വസിക്കരുതെന്ന് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. മനുഷ്യർ പെടുന്ന സങ്കടങ്ങൾ എന്തൊക്കെയാണ്? ഒരു പെൺകുട്ടി എൻ്റെ അടുത്തൊന്ന് പറഞ്ഞതാണ്, ചേട്ടാ ഇതെങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ, എന്റെ പപ്പ എനിക്ക് ജീവനാണ്, എന്റെ മമ്മയെ പൊന്നുപോലെയാണ് നോക്കുന്നത്, അപ്പന്റെ ഫോണിന്റെ പാസ്വേഡൊക്കെ എനിക്കറിയാം, അത് നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ തുറന്നു നോക്കാറൊന്നുമില്ല. ഒരു ദിവസം ഒരു OTP കിട്ടാൻ വേണ്ടി ഞാൻ അൺലോക്ക് ചെയ്തപ്പോ നേരെ ഓപ്പൺ ആയത് പപ്പയുടെ ഗാലറിയാണ്. അതിൽ 2-3 ആൺകുട്ടികളുടെ ന്യൂഡ് ഫോട്ടോസ് കണ്ടു. അതിലൊരാൾ എൻ്റെ കൂട്ടുകാരനാണ്. ഞാൻ ഞെട്ടി. ഒരു നിമിഷം ഞങ്ങളുടെ സ്വപ്നമാണോ? ഞാൻ അടച്ചു വെച്ചു, OTP എടുത്തു പോയി. പിന്നെ ഞാൻ അപ്പനില്ലാത്ത സന്ദർഭങ്ങളിൽ കോൺഷ്യസ്ലി എടുത്തു നോക്കിയപ്പോ അത്തരം പടങ്ങൾ കണ്ടില്ല. ഞാൻ വിശ്വസിച്ചു ഞാനെന്തോ സ്വപ്നം കണ്ടതോ തെറ്റായി എന്തോ കണ്ടതാണ്. എങ്കിൽ അവളുടെ ഉള്ളിൽ നിന്ന് അവൾ ഇടയ്ക്ക് ഒരിക്കലും നോക്കുന്ന സമയത്ത് പിന്നെയും സ്വന്തം കൂട്ടുകാരന്റെ ന്യൂഡ് ഫോട്ടോ, ആണിന്റെ, പപ്പയുടെ ഗാലറിയിൽ. അവളൊരു വർഷം പപ്പയെ അറിയാതെ ഇങ്ങനെ നോക്കി നോക്കി അവൾ തിരിച്ചറിയാണ് അപ്പൻ ആൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട്. അതിലൊരാള് സ്വന്തം കൂട്ടുകാരനുമാണ്. പപ്പയും പറഞ്ഞിട്ടില്ല, കൂട്ടുകാരൻ പറഞ്ഞിട്ടില്ല. ചേട്ടാ ഞാനിതെന്റെ അമ്മയോട് പറയണോ? നിങ്ങൾ എന്ത് പറയും? അവളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ ഫോട്ടോകൾ പഴയതൊക്കെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകലോ. മൈ വേൾഡ് എന്ന് പറഞ്ഞ് അവളുടെ പപ്പയെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഫോട്ടോ. അവളുടെ അമ്മയും ഇത് കേക്ക് മുറിച്ചിട്ട് ഇങ്ങനെ ചുണ്ട് ആ സ്ത്രീ അയാളുടെ കവിളത്ത് ഇങ്ങനെ മുട്ടിക്കുമ്പോൾ അയാളിങ്ങനെ കണ്ണടച്ച് ചിരിക്കുന്ന മറ്റൊരു ഫോട്ടോ. ഇവിടെ ഈ സത്യം പറഞ്ഞ് ആ സ്ത്രീയെ വേദനിപ്പിക്കണോ, അതൊരു നുണയുടെ ഭാരം ചുമന്ന് കുടുംബം മുമ്പോട്ടേക്ക് പോകണോ? ആരും കാണാത്ത യുദ്ധങ്ങളാണ്. എനിക്ക് ഇന്ന് വിജയിച്ച മനുഷ്യരെ കാണുമ്പോ, നിങ്ങളൊക്കെ കാണുമ്പോ എന്റെ ഹൃദയം ഇങ്ങനെ പിടയുന്നുണ്ട്. ദൈവമേ, ഈ മനുഷ്യരൊക്കെ കൊണ്ടുനടക്കുന്ന യുദ്ധം എന്തായിരിക്കും? ഇന്ന് സെഷൻ കഴിഞ്ഞ് ഇറങ്ങി വന്ന വഴിക്ക് ഒരു സ്ത്രീ ചോദിച്ചു, അവരിവിടെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ജോസഫ് നിങ്ങളിങ്ങനെ അപ്പനെ തിരിച്ചറിയുകയും അമ്മയെ തിരിച്ചറിയുകയും പിന്നെ അവർ സ്നേഹിക്കാൻ തുടങ്ങുകയും അവരെ പാരന്റിങ്ങിനെ കുറിച്ചും മാതാപിതാക്കളുള്ള സ്നേഹത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫയർ ഉള്ള ഒരു അപ്പൻ അവരുടെ മക്കൾ എന്ത് ചെയ്യും? കുടുംബത്തിൽ തിരിച്ചറിഞ്ഞു അപ്പന് ഇതര ബന്ധങ്ങളുണ്ട്, അതിന്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് അടി ഉണ്ടാവുന്നു. അതിന്റെ ഇടയിൽ പെട്ടുപോകുന്ന മക്കൾ എങ്ങനെ അപ്പനമ്മേനെ സ്നേഹിക്കും? ഉത്തരവില്ല. എന്തു പറയും ഞാൻ?
പോസിറ്റീവായിട്ട് വേണമെങ്കിൽ എല്ലാം ശരിയാവുമെന്ന് പറയാം. അതിന്റെ അപ്പുറത്തോട്ട് നമ്മൾ എന്ത് പറയും? ദിവസവും ഇൻസ്റ്റഗ്രാം ഇൻബോക്സിൽ വരുന്ന കത്തുകൾ, മെയിലുകൾ, മെസ്സേജുകൾ ഇങ്ങനെയാണ്. ജോസഫ്, ആർ യു ഫ്രീ ടു ടോക്ക്? അവിടുന്ന് പിന്നെ ഒഴുകുന്നത് ഇന്ന് ഒരു പെൺകുഞ്ഞ് പറയാൻ എനിക്ക് അതിന് കുഞ്ഞിന്റെ വാത്സല്യം തോന്നി. ചെറിയ കുട്ടി അവളെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വന്നപ്പോ വരുമ്പോ വരക ഒന്ന് മിണ്ടിക്കോട്ടെ, ഒന്നും മിണ്ടാൻ പറ്റില്ല. അവരിങ്ങനെ കരയാ, കണ്ണീര് തുടയ്ക്കുന്നു. രണ്ടാമത്തെ വാക്കിൽ ചേട്ടാ പണ്ട് ആദ്യം വീഡിയോ കാണുമ്പോ പിന്നെയും കരയുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്തു. ചേട്ടൻ 1 മിനിറ്റ് ഒരു വരി പൂർത്തിയാക്കണം. ഇത് കഴിഞ്ഞ് നമുക്ക് ആ മരത്തിന് ചോട്ടിൽ നമുക്ക് കാണാം. അവളവിടെ വന്നു. പിന്നെ അവളെ തൊണ്ടയിടറാണ്. ചേട്ടന്റെ പുസ്തകം ഞാനും എന്റെ കാമുകനും ഒരുമിച്ചാണ് വായിച്ചത്. അവന് ചേട്ടന് വലിയ ഇഷ്ടമായി, എനിക്കും ചേട്ടന് വലിയ ഇഷ്ടമായി. 1 വർഷമായി ബ്രേക്കപ്പ് ആയിട്ട്. അവന്റെ കല്യാണത്തിന് ഞാൻ സമ്മാനം കൊടുത്തത് ചേട്ടന്റെ പുതിയ പുസ്തകമാണ്. അവര് നീ സർവൈവ് ചെയ്യുമായിരിക്കും, ഇപ്പൊ എന്ത് പറഞ്ഞാലും ഏൽക്കില്ല, വീശി തരാനേ എനിക്ക് പറ്റുള്ളൂ. ആരും കാണാത്ത യുദ്ധം എന്ന് പറയുന്ന ബുക്കിന്റെ ആദ്യത്തെ ചാപ്റ്റർ ബ്രേക്കപ്പിനെ കുറിച്ചാണ്. അതിന് ടൈറ്റിൽ ഐ സറണ്ടർ എന്നാണ്. ഞാൻ കീഴടങ്ങുന്നു. പ്രകൃതി നിനക്ക് മുമ്പിൽ, നീ കരുതി വെച്ചിരിക്കുന്ന വേദനകൾക്ക് മുമ്പിൽ എനിക്കൊരു പിടുത്തവും കിട്ടണില്ല. ഐ സറണ്ടർ. എത്രയും അവര് എന്നിട്ട് ഈ കണ്ണീര് തുടച്ച് മുഖം വൃത്തിയാക്കി എന്റെ ഒപ്പെടുത്ത ഫോട്ടോ നിങ്ങൾ കാണണം. അവള് നാളെ സ്റ്റോറി ഇടും ചിരിച്ചോണ്ടിരിക്കുന്നു. ലക്കിയസ്റ്റ് ഡേ എന്ന് ചിലപ്പോ അവളോടായാലും പറയും. ഞാൻ ഭയങ്കര വലിയ ആളായതുകൊണ്ടല്ല, അവള് ചിലപ്പോ എന്നെ കുറിച്ച് എല്ലാവരോടും പറയുന്നുണ്ടാവും. ഒടുവിൽ അവൾ ആഗ്രഹിച്ച ആ വ്യക്തിയെ കണ്ടു. വാട്ട് എ ഡേ, യു ഹാപ്പി ആയില്ലേ? ഇപ്പൊ എവിടെ? മുറുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളില്. പ്രണയം കൊണ്ട് മുറിവേറ്റ ഒരു ചെറിയ പെൺകുട്ടി. പക്ഷെ എനിക്ക് ഉറപ്പാണ് ഇനിയും അവൾ സ്നേഹിക്കപ്പെടും, ഇനിയും അവൾ വഞ്ചിക്കപ്പെടും. ഈ ആദ്യത്തെ ചാപ്റ്ററിലെ ഒരു ഭാഗം ഞാൻ വെറുതെ പറയാണ്. ബ്രേക്കപ്പുമായി ഞാൻ എന്റെ ഗുരുവിനെ കാണാൻ പോയപ്പോ ഗുരു എന്നോട് പറഞ്ഞത് വെൽക്കം ടു ലൈഫ് എന്നാണ്. ഇത്രയും കാലം പൊന്നു ജോപ്പ, എന്നെ ജോപ്പാന്ന് വിളിക്കുക. നീ എഴുതിയ പുസ്തകം ബെസ്റ്റ്സെല്ലറാവുന്നു, നീ പോകുന്ന ടോക്ക് ഷോകൾക്ക് ആളുകൾ കൂടുന്നു, നിന്നെ തേടി പെൺകുട്ടികൾ വരുന്നു. എല്ലായിടത്തും ഇങ്ങനെ വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഒരു പെണ്ണ് നിന്നിങ്ങനെ ചുരുട്ടിക്കുട്ടി മൂലക്കിട്ട് ചവിട്ടി തെച്ചു. ഇത്ര ചീക്കയാടാ നീ ജോസഫ് അന്നംകുട്ടി ജോസെ എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി നിന്നെ ഇങ്ങനെ എടുത്തത് ഇട്ടു. ഇപ്പൊ നീ മനുഷ്യനായി. വെൽക്കം ടു ലൈഫ് ബ്രദർ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണെന്ന്? നിങ്ങളുടെ വിശ്വാസങ്ങളാണ് ശരിയെന്ന്? ഞാൻ കഴിഞ്ഞ ദിവസം ചാവറ മാട്രിമോണി, അതിനീ പറയുന്നില്ല, ചാവറ മാട്രിമോണി എന്നെ ഇപ്പോൾ ഓൾറെഡി വിളിച്ചു ഒരു വീഡിയോ ചെയ്യുമെന്ന് വെച്ച്. അവരുടെ 50-ാം വർഷം 30-ാം വർഷം എന്തോ ആവുകയാണ്. അപ്പൊ ഒരു ടെസ്റ്റ് മണി ചാവറ മാട്രിമോണി ഒരു വിളി വന്നപ്പോ വിളിച്ച ആളെ ഒച്ചയെടുത്ത ആളാണ് ഞാൻ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുക്കണോണ്ട് എനിക്ക് എടുക്കണ്ട പെണ്ണിനെ. ഞാൻ പ്രണയത്തിൽ വെച്ചു, കാരണം ഞാൻ പ്രണയിച്ചോണ്ടിരിക്കുക. ആ സമയത്ത് ഒരാളെ അറിഞ്ഞ് മനസ്സിലാക്കി വേണം വിവാഹത്തിലേക്ക് കിടക്കാൻ, അല്ലാണ്ട് ഇത് കൊള്ളാം. എന്റെ അപ്പനുണ്ടല്ലോ ഈ ചാവറ മാട്രിമോണിന്ന് ബുക്ക്ലെറ്റ് വരുമായിരുന്നു. ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോ പുള്ളി ബുക്ക്ലെറ്റ് വെച്ചിട്ട് പറയും, ഇതിൽ കുറച്ച് പെൺകുട്ടികളെ ഞാൻ വട്ടമിട്ട് വെച്ചിട്ടുണ്ട്, അത് നീ നോക്കണം. ഞാൻ ഇങ്ങനെ ഈ ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്ന സമയം ഞാൻ നോക്കിയിട്ട് വട്ടട്ടേ നോക്കും. ഇതെന്തിനാ വട്ടമിട്ടത്? എനിക്കിഷ്ടായി. അപ്പനിഷ്ടായിട്ട് കാര്യമില്ലപ്പാ. എടാ ടീച്ചറാടാ, ഇവിടെയാണ് സ്ഥലം. അങ്ങനെയാണെങ്കിൽ എന്നോട് ഓരോന്ന് പറയാണ്. എന്താ പറയുന്നത്? സേഫ് ആക്കാൻ. ടീച്ചറാണ്, കാണാൻ എന്താ കുഴപ്പം, അങ്ങനെയാണ്, വീട് അവിടെയാണ്, ഇന്നയാണ്. എന്റെ അയലോക്കത്തിൽ നിന്നൊരു പ്രപ്പോസൽ അപ്പം കൊണ്ടുവന്നാണ്. പറയുമ്പോ എനിക്ക് ഇങ്ങനെ ഉളുപ്പുണ്ടെന്നാലും, ജോസ്മേ ഇത് വേണമെങ്കിൽ നോക്കാം, 70 ലക്ഷം കൈ കിട്ടും. എന്റെ വീഡിയോസ് കഴിഞ്ഞ 8 വർഷങ്ങളുടെ എന്റെ അപ്പം നന്നായിട്ടില്ല. 2 ചേട്ടന്മാരും അങ്ങനെ സ്ത്രീധനം വാങ്ങിക്കാണ്ടാണ് ഞാൻ ഉൾപ്പെടെ കല്യാണം കഴിച്ചത്. അങ്ങനെ ഒരു സ്ത്രീധനം പോലെ നമ്മളിങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ കൊട്ടിയിട്ടില്ല ടേബിളില്. കാര്യങ്ങളിലേക്ക് ഒരു കാര്യത്തിലേക്ക് കടന്നിട്ടില്ല. എന്താ ചായിക്കോ, ഒന്നിന് കടന്നിട്ടില്ല നമ്മള്. ഇങ്ങനെ
ഓരോന്ന് വട്ടമിട്ട് അപ്പൻ എന്നോട് ഇങ്ങനെ എടാ ഇത്രയൊക്കെ കിട്ടുമോ അതിനകത്ത്, അപ്പൊ അതിൽ വലിയ കാര്യം. പക്ഷെ അപ്പന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ എന്റെ ഡിസിഷൻ ആ മനുഷ്യൻ റെസ്പെക്ട് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ആ മാട്രിമോണി പേജിൽ കാണുന്ന ഓരോ, നിങ്ങൾ എന്തെങ്കിലും ഒരു മാട്രിമോണിയലിന്റെ ബുക്കിലെറ്റ് കണ്ടിട്ടുണ്ടോ? കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ. ചില സമയത്ത് അതിനകത്ത് ഫോട്ടോസ് കാണുമ്പോ നമ്മൾ ഈ അതിർത്തിന്ന് തീവ്രവാദികൾ പിടിക്കില്ലേ, നിരത്തി ഇരുത്തില്ലേ, അങ്ങനെ കുറെ നിസ്സഹായ ചിലർക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് മാട്രിമോണിയലിന്റെ ബുക്കിലെറ്റില്. അവൻ അതുപോലത്തെ ഒരാളെ കിട്ടട്ടെ എന്നാണ് എന്നോട്. എനിക്കൊരു ആലോചന വന്നത് ഒരു വ്ളോഗറുടെ ഭാഗത്തു നിന്നാണ്. അവര് എനിക്ക് പ്രപ്പോസൽ അയച്ചു. ഞാൻ അവര് എന്നിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. അത് ജനറൽ ആയിട്ട് അവരുടെ ബയോയിലുള്ളതാണ്. The guy should be spiritual, God-fearing, ready to travel. ഒരു 10-25 ക്വാളിറ്റി എഴുതിയേക്കാം. ഒരു 5 വരെ കിട്ടിയാൽ അത് കിട്ടില്ല, അതുപോലെ ക്വാളിറ്റീസ്. പക്ഷെ അവരാഗ്രഹിക്കുന്ന ഒരു ബ്ലോഗറെയാണ്. ഈ അടുത്തിടയ്ക്ക് ഒരു ഡിവോഴ്സ് നടന്ന വാർത്ത വന്നു. പെൺകുട്ടി കേസിൽ പറഞ്ഞത് വീഡിയോസ് എടുത്തു കൊടുക്കാൻ ഹസ്ബൻഡ് സഹായിക്കുന്നില്ലെന്നാണ്. ട്രെൻഡിങ് വീഡിയോന്റെ ഒപ്പം നമ്മൾ ചില റീലുകൾ കാണാറില്ലേ, ഗതികെട്ട ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും. ശ്രദ്ധിച്ചു നോക്കി അറിയാം, ദാറ്റ് മാൻ ഈസ് നോട്ട് എൻജോയിങ് ഇറ്റ്. യുദ്ധമാണ്. പക്ഷെ എല്ലാവരും മുമ്പിലോ ഫോളോവേഴ്സ്, റീൽസ്, ലൈക്സ്. എവറി ഫോളോവർ ഈസ് നോട്ട് യുവർ ഫാൻ. എവറി ഫോളോവർ ഈസ് നോട്ട് യുവർ ഫാൻ. ഒരു മാനിന്റെ പിന്നാലെ പോകുന്ന സിംഹം മാനിന്റെ ആരാണ്? ഫോളോവറാണ്. എവറി ഫോളോവർ ഈസ് നോട്ട് യുവർ ഫാൻ. ഞാൻ ഈ പുസ്തകത്തില് പിന്നെ ബ്രേക്കപ്പ് കഥ പറഞ്ഞിട്ടുണ്ട്. ഒരമ്മയെ ഓർത്ത് കരഞ്ഞ ഒരു കാര്യം ഒരു യാത്രയിൽ എൻ്റെ അടുത്ത് കൺഫസ് ചെയ്ത ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മാമ്മയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സാഹചര്യങ്ങളിലും അമ്മാമ്മയുടെ ഡിക്ഷണറീസിൽ ചില വാക്കുകളുണ്ട്. അതൊക്കെ ശരിയാവണം മോനെ, അതൊക്കെ സാരില്ല മോനെ, വിട്ടുകൊടുക്കും മോനെ. അമ്മാമ്മയുടെ ശവക്കല്ലറയിൽ പോയിരുന്ന് ഞാൻ ചിലപ്പോൾ കരയുമ്പോഴൊക്കെ, ഈ സാധാരണ ചില സിമിത്തേരികൾക്ക് അടപ്പുണ്ടാവും, അടപ്പില്ലാത്തൊരു കൊച്ചടവയ്ക്ക, പന്തക്കൽ എന്ന് പറയും. അവിടെ കല്ലറയുടെ മുമ്പിൽ ഞാൻ ഇരുന്നിട്ട്, അമ്മാമ്മേ ഞാൻ ഒരു കല്യാണം കഴിക്കാൻ പോവാ, എന്നെ കല്യാണം കഴിക്കാൻ ഏറ്റവും നിർബന്ധിച്ച അമ്മമ്മയല്ലേ. ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ അമ്മമ്മ പോയല്ലോ. ഞാൻ ആ കല്ലറയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കൂളിംഗ് ഗ്ലാസിന്റെ ഇടയിലൂടെ ഞാൻ കരയാണ്. കരയുമ്പോ പെട്ടെന്നൊരു തണുത്ത കാറ്റടിക്കുക. കാറ്റിന് തണുപ്പില്ല, ഞാൻ വേർത്തതുകൊണ്ട് ആ കാറ്റ് തണുപ്പായി തോന്നുന്നു. ആ തണുപ്പിന് എനിക്കൊരു ശബ്ദമുണ്ട്, ഒക്കെ ശരിയാവണം മോനെ, ഒക്കെ ശരിയാവണം മോനെ. എന്റെ വിവാഹം കാണാൻ ആഗ്രഹിച്ച് എല്ലാ ബർത്ത്ഡേക്ക് ചെല്ലുമ്പോഴും, എവിടെ അടുത്ത ബർത്ത്ഡേക്ക് നിന്റെ കൂടെ ഒരാളുണ്ടാവുന്നവരുടെ എന്തേ, ആ അമ്മമ്മേനോട് പറയും, നീ അതിനെ കണ്ടുവച്ചോ, ജാതി മതം നോക്കണ്ട, അമ്മമ്മ നടത്തി തരാം. 5ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ബിയർ ഗ്ലാസ് ഒഴിച്ചെന്നാണ് എന്റെ അമ്മമ്മ. അത് കുടിച്ചോട്ടാ, അതൊന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. ഇവിടെ എത്ര അമ്മാമ്മ നമുക്ക്, എന്റെ അമ്മാമ്മേനെ അച്ചാച്ചനെ പോലീസ് പിടിച്ചാൽ മിഷൻ കേടാന്ന് പറയുള്ളൂ, അമ്മാമ്മേനെ ഉദിച്ചാലും ശബ്ദടിക്കും. അപ്പൊ അച്ചാച്ചൻ പറയും, അമ്മാമ്മേനെ ഉദിച്ച മിഷന് എന്താ പ്രശ്നമുണ്ട്? എല്ലാത്തിനും ഒരു അയൺ ലേഡി എന്ന് നമ്മൾ വിളിച്ചിരുന്ന ഒരു അമ്മാമ്മ ഞങ്ങളുടെ അടുത്ത് കടന്നുപോയി. ആ അമ്മാമ്മയെ കുറിച്ചുള്ള ഡീറ്റെയിൽ റൈറ്റപ്പാണ് പന്തക്കൽ അമ്മ. പന്തക്കലാന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ദേവീ പ്രതിഷ്ഠയൊക്കെ തോന്നും. എന്റെ അമ്മാമ്മയാണ്. അമ്മാമ്മ കടന്നുപോയ യുദ്ധങ്ങൾ, അവര് ഞങ്ങളും അവരുടെ 10 മക്കൾക്കും പേരക്കിടാങ്ങൾക്കും അവര് നൽകിയ ചില സമ്മാനങ്ങൾ അവര് പറയുന്നുണ്ട്. നമ്മളവർക്ക് സമ്മാനമായിട്ട് കൊണ്ടുകൊടുത്തിരുന്ന കുപ്പിയാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഒരു വെള്ളമടിക്കുന്ന സ്ത്രീ എന്ന് അവരെ ധരിക്കരുതേ. സ്നേഹമുള്ള ആഴമുള്ള ഒരു അമ്മമ്മയാണ്. ഈ ഞങ്ങളും അവര് 2 കഴിച്ചു കഴിയുമ്പോൾ ആദ്യം പഴയകാല കഥകൾ പറഞ്ഞിട്ട് പിന്നെ അവർ കരയാൻ തുടങ്ങും. എങ്ങനെ ഇവിടം വരെ എത്തി? വയ്യാത്തൊരു ഹസ്ബൻഡുള്ള ഒരു സ്ത്രീ 10 മക്കളിവിടം വരെ എത്തിക്കുന്നു. അവരുടെ യുദ്ധങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരുന്നു. എനിക്ക് മടുത്തു തുടങ്ങിയിരിക്കുന്നു. വല്ലാത്തൊരു മടുപ്പ് എന്നെ വലയം ചെയ്യുന്നു. ഇയർ ബാലൻസിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 4 മാസമായിട്ട് ഒരു ഗുളിക കഴിക്കുന്നുണ്ട്. ഞാൻ വെറുതെ അതിന്റെ സൈഡ് എഫക്റ്റ് നോക്കുമ്പോൾ ഡിപ്രഷനാണ്.
അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ചാൻസസ് ഓഫ് ഡിപ്രഷൻ. നോക്കൂ, മോട്ടിവേഷണൽ സ്പീക്കർ, നിങ്ങളുടെ വാചകങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനിതാ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു എനിക്ക് മടുക്കുന്നു. ഞാൻ മടുക്കുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടപ്പോ ഒരുപാട് മനുഷ്യർ എനിക്ക് കത്തുകൾ എഴുതി. കത്തുകൾ മെയിൽ വഴിയായും ചാറ്റ് വഴിയായും. ചില എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മ, ഞാൻ ആ വോയിസ് നിങ്ങളെ കേൾപ്പിക്കുക. അവരിങ്ങനെ ഒരു ബോറടിക്കുന്നുണ്ടോ? പെട്ടെന്ന് എനിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല, നിങ്ങളുടെ സമയം വേസ്റ്റ് ആവുന്നതുകൊണ്ടാണ്. അലക്സ് എന്നൊരു കൂട്ടുകാരുണ്ട്, ആളുടെ അമ്മ എന്നെ വിളിക്കുന്നത് അന്നം കുട്ടനാണ്. നമ്മൾ ഈ മൂരിക്കുട്ടത്തൊക്കെ പറയുന്ന പോലെയാണ്. അന്നംകുട്ടാ എന്ത് പറ്റി? നമ്മളൊക്കെ ഇല്ലേ ഇവിടെ, മടുപ്പൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറും, പഴയ പോലത്തെ വീഡിയോസ് ഒക്കെ ചെയ്യണം, എത്ര പേരെ കാത്തിരിക്കണേ. അവരെനിക്ക് ആദ്യമായിട്ട് അയച്ച വോയിസാ ഒരു കൂട്ടുകാരൻ്റെ അമ്മ. നമ്മള് ആ മൊമെന്റിൽ അറിയാം ആരൊക്കെയോ സ്നേഹിക്കുന്നു. ഒരു സിസ്റ്റർ എനിക്കൊരു കത്തയച്ചായിരുന്നു, ഇതുപോലെ ഒരു ചെറുപ്പക്കാരൻ കത്തയച്ചായിരുന്നു. ഒരാൾ ഇമോഷണൽ വീഡിയോസ് നിർത്തുമെന്ന് മാത്രം പറയല്ലേ. ഞാൻ പറയും എനിക്ക് മടുത്തിന് എന്താ ഞാൻ പറയേണ്ടത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ അപ്പനെ സഹായിക്കുന്നില്ലല്ലോ. അപ്പനോട് ഞാൻ പറയാം, അപ്പ അത് വിട്ടുകളപ്പ, ക്ഷമിക്കത്. പിന്നെ നീ പോയേ. പക്ഷെ ക്ഷമയെ കുറിച്ചുള്ള എന്റെ വീഡിയോ കണ്ടിട്ട് അപ്പം പറയും നല്ല വീഡിയോ. അപ്പൻ ആ വീഡിയോ ഞാൻ ഇങ്ങനെ കാണുന്നതും ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നത് ആസ്വദിക്കാനേ പറ്റുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട് അപ്പനിൽ വലിയ മാറ്റങ്ങൾ വരുന്നില്ല. എന്റെ വീഡിയോസ് കാരണം ഏറ്റവും കൂടുതൽ നന്നായത് ഞാനാണ്, സത്യമായിട്ടും. ചിലപ്പോ ഇങ്ങനെ നടന്നു പോകുമ്പോ വീഡിയോയുടെ പുള്ളി ഒരു സെൽഫി എടുത്തിട്ട് പോ, ഇത്ര കാഷ്വൽ ആയിട്ട് റോട്ടി കാണുന്ന ആളെ വിളിക്കണം, നമ്മൾ വിളിക്കും, സെൽഫി എടുത്തിട്ടോ, ഫോട്ടോ എടുക്കുന്നു. പേരെന്തായിരുന്നു? എന്തോ ഒരു മറിയാമ്മക്കുട്ടി, അല്ല അന്നംകുട്ടി. ആ അന്നംകുട്ടി ജോസ് കാണാറുണ്ട്. നമ്മൾ നിന്ന് കൊടുക്കുക. എനിക്ക് എന്നെ ഏറ്റവും സ്വാധീനിച്ച ഗുരുക്കന്മാരുണ്ട്. ബോബീച്ചനെ കുറിച്ച് ഞാൻ എപ്പോഴും എവിടെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ബോബീച്ചനെ ഫോളോ ചെയ്ത് നമുക്ക് ആരും തർക്കിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. അതെന്നെ ബാധിക്കാനും തുടങ്ങി. ഒരു പരിപാടി 9 മണിക്ക് തുടങ്ങുന്ന പറഞ്ഞിട്ട് 10 മണിയായി, 10:30 അപ്പോഴും ഞാൻ പറയുന്നത് എത്ര മണി തുടങ്ങാൻ പറ്റുമോ? അതോ നമ്മൾ കൃത്യമായിട്ട് പറയണോ? പിന്നെ 10 മിനിറ്റ് ഞാൻ നിൽക്കും, തുടങ്ങിയില്ലേ ഞാൻ ഇറങ്ങിപ്പോവും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ട് റിവ്യൂ ഇടാൻ കാരണം സോഷ്യൽ മീഡിയ റിവ്യൂസ് മുഴുവൻ ആ സിനിമയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. പടം നല്ലതാണ് എനിക്ക് തോന്നി. ഞാൻ അവസാനത്തെ ഒരു വരി എഴുതി, സിനിമ നമ്മൾ കണ്ട് ആസ്വദിക്കേണ്ടതാണ്, കണ്ടവന്റെ ആസ്വാദനം കണ്ട് ആസ്വദിക്കേണ്ടതല്ല. സിനിമ നമ്മൾ കണ്ട് ആസ്വദിക്കേണ്ടതാണ്, കണ്ടവന്റെ ആസ്വാദനം കണ്ട് ആസ്വദിക്കേണ്ടതല്ല. റെസ്പെക്ട് യുവർ ബ്രെയിൻ. അവനവന്റെ തലച്ചോറിനെ കുറച്ച് ബഹുമാനിക്കാൻ പഠിക്കും. ഇതിന് എഴുതി കഴിഞ്ഞപ്പോ ബോബി അച്ഛന്റെ കൂടെ നടക്കുന്ന ഒരു പയ്യൻ ജോസഫ്, ആ റിവ്യൂ കണ്ടേ, വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ടു ദ പോയിന്റ് ആണ്. പക്ഷെ അതിനകത്ത് കണ്ടവന്റെ റിവ്യൂ ഒന്നും വേണ്ട. ചിലപ്പോ കണ്ണി കണ്ടവന്റെ എന്നൊക്കെ ആള് ചിന്തിച്ചാലോ. അതിനു മുമ്പ് വേണമെങ്കിൽ സിനിമ ആസ്വദിക്കണം, അല്ലാതെ സിനിമ കണ്ടവന്റെ ആസ്വാദനം തിരുത്തി എഴുതിയാൽ ചിലപ്പോ റിവ്യൂ ചെയ്യുന്നവർക്ക് വേദനിച്ചാലോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ കണ്ടവന്റെ പറഞ്ഞ നിങ്ങൾ കൈയടിച്ചു, തിരുത്തിയതിന് നിങ്ങൾ കൈയടിച്ചില്ല. മാസ് എന്ന് പറഞ്ഞത് ആദ്യത്തെ ഡയലോഗാ. സിനിമ കണ്ട് ആസ്വദിക്കണം, അല്ലെങ്കിൽ കണ്ടവന്റെ മാസിന് അവിടെ കൈയിടുള്ളൂ, കരുണയ്ക്കെന്നോട് വലിയ കൈയിടില്ല. അപ്പോ അവൻ വിളിച്ചെന്നെ പറയുന്നു, ബോബീച്ചന്റെ കൂടെ നടന്ന് ബോബീച്ചനെ പോലെ പെരുമാറാൻ തുടങ്ങുന്ന ഒരാളെന്നോട് പറയുന്നു, കണ്ടവന്റെ വേണമെങ്കിൽ ഒന്ന് മാറ്റിക്കോട്ടെ, ചിലപ്പോ കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടായോ. ഞാനോട്ടത് മാറ്റി, നന്നായി. അത് നിവിൻ പോളി ഷെയർ ചെയ്തു. ഇപ്പൊ എല്ലായിടത്തും സിനിമ കണ്ടവന്റേതാണ്, അല്ലെങ്കിൽ അശ്വന്ത് കോക്കൊക്കെ എന്നെ കൊക്കിന് പിടിച്ചേനെ. എന്തോ യുദ്ധങ്ങളിലാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഞാൻ ആലോചിക്കും, നിങ്ങളോട് വന്നിരുന്നതിന്റെ പേരിൽ നിങ്ങളോട് ദേഷ്യമുള്ള ആളുകൾ ഉണ്ടാവും ചിലപ്പോ. അയാൾക്ക് ഫുൾ ടൈം ഈ സാഹിത്യം, കല, കുടുംബം നോക്കണോട്ടോ. എന്റെ അപ്പൻ കാറ്റഗിസം മാസ്റ്റർ ആയിരുന്നു. അപ്പന് ഒരു ചാപ്റ്റർ അമ്മയെ കുറിച്ചാണ്. അമ്മയുടെ വിൽപത്രം
മരിച്ചതിന് ശേഷം അമ്മയുടെ ആഗ്രഹങ്ങളിൽ ഒരു വരി ഇങ്ങനെയാണ്: ഒരച്ഛനെ കൊണ്ടും ഒപ്പീസിയിലേക്കരുത്. ഒരച്ഛനെ കൊണ്ട് ഒപ്പീസിയിലേക്കരുതെന്ന് നീ വലിയ പോസ്റ്റർ എഴുതി എന്റെ പെട്ടിയുടെ മുമ്പിൽ ഒട്ടിക്കണം. ക്രിസ്ത്യാനിയാണ് എൻ്റെ അമ്മ. എൻ്റെ അപ്പൻ കാറ്റഗീസ് ഹെഡ് മാസ്റ്റർ ആണ്. അപ്പൻ്റെ അമ്മയുടെയും 25ാം വാർഷികം അമ്മയ്ക്ക് ആഘോഷിക്കാൻ താല്പര്യമില്ല. അപ്പന് കുറെ അച്ഛന്മാരെ വിളിച്ച് ആഘോഷിക്കണം. എൻ്റെ വീട്ടിൽ വന്നത് 40ഓളം പ്രീസ്റ്റുകളാണ്. പെട്ടെന്ന് നോക്കി എൻ്റെ കുടുംബത്തിൽ ഒരു വൈദികനുണ്ടായിരുന്നേ തോന്നുള്ളൂ. അപ്പൻ്റെ അമ്മയുടെ വിവാഹ വാർഷികത്തിന്റെ ഫോട്ടോസ് എടുത്ത് നോക്കിയാൽ എൻ്റെ അമ്മ ചിരിക്കുന്നില്ല. അമ്മ ഇങ്ങനെ പ്രദർശന വസ്തുവാടി ഇങ്ങനെ ഇരിക്കുന്നു. അന്ന് ആരോ തമാശയ്ക്ക് അമ്മയോട് പറയുന്നു: ടീച്ചറെ, വല്ലാണ്ട് ചിരിക്കില്ലേ, ഈ പല്ല് വൃത്തികേടാ. അപ്പൻ്റെ അമ്മയുടെ വിവാഹ വാർഷികം ആഘോഷിച്ചതിൽ അമ്മയുടെ സോവനീറായിട്ട് കിടക്കുന്ന ഓർമ്മ ആരോ ഒന്ന് പറഞ്ഞതാ. അമ്മയ്ക്ക് ഇപ്പോഴും പുറത്തിറങ്ങി വെച്ചൊരു കോംപ്ലക്സ് ഉണ്ട്. സുന്ദരനായ അപ്പൻ്റെ അത്രയും അമ്മ വരുന്നുണ്ടോ? ഓരോ ഫോട്ടോ എടുക്കുമ്പോൾ ആ സ്ത്രീ ചോദിക്കും, എന്നെ കാണിച്ചിട്ട് നീ ഇടാവൂ, വെറുതെ കണ്ണി കണ്ടുകൊണ്ട് ഇടരുത്, എനിക്ക് പറ്റില്ല നാണം കളയാൻ. കാരണം കുഞ്ഞുനാളിൽ എന്റെ വേദന ഈ വീഡിയോ ഇറങ്ങുമ്പോൾ ഇത് അമ്മ കാണൂലോ എന്നാണ്. അമ്മയ്ക്കത് പിന്നെ വേദനയാവൂ എന്നോട് ഞാൻ ആ സെന്റൻസ് പൂരിപ്പിക്കണില്ല. ഞാൻ പറഞ്ഞ പല കുത്തുവാക്കുകൾ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ട് അറിവില്ലാത്ത പ്രായത്തിൽ. അവരെ കടന്നുപോയ യുദ്ധം ഒരു സൈഡിൽ അവർക്ക് എൻ്റെ അപ്പൻ എല്ലാവരും അച്ഛന്മാരോട് കുർബാന എല്ലാ അച്ഛന്മാരെയും വിളിച്ച് ചായ കൊടുക്കുന്നു, നമ്മുടെ വികാരിച്ചിന് ഭക്ഷണം കൊടുക്കണം. കൊടുക്കണതാരാ? എൻ്റെ അമ്മയാണ്. പക്ഷെ അപ്രീസിയേഷൻ മുഴുവൻ കിട്ടുന്ന ആർക്കാ? അപ്പനാണ്. കാരണം അപ്പനാണ് പള്ളിക്ക് വേണ്ടി നിൽക്കുന്നത്, കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. എൻ്റെ അപ്പൻ പറയും, എടാ, കർത്താവിന് മുമ്പിൽ എല്ലാ ദിവസവും കുർബാന കാണുന്ന അപ്പൻ നിനക്കുണ്ട്, ധൈര്യമായി നീ ടോക്ക് ഷോയ്ക്ക് പോകും. എല്ലാ ദിവസവും യൂട്യൂബിൽ കുർബാന കാണുന്ന അപ്പനെ എനിക്കറിയാം. അപ്പൻ യൂട്യൂബ് ഓണാക്കുമ്പോ അപ്പുറത്തെ വീട്ടിൽ കട്ടിലിൽ നിന്ന് ഒരു സ്ത്രീ എഴുന്നേക്കുന്ന കേൾക്കാം. അപ്പൻ സെർച്ച് ചെയ്യുന്നു ടുഡേസ് ഹോളി മാസ്, അപ്പൊ അടുക്കളയിൽ ഒരു സ്ത്രീ പാത്രം വിളിക്കുന്നത് കേൾക്കാം. ഹോളി മാസ് ഓഫ് ദിസ് പ്രീസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അമ്മ വെള്ളം തിളപ്പിക്കുന്നു, പുട്ടിൽ നിറയ്ക്കുന്നു. അപ്പൻ കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോ ആ സ്ത്രീ നീണ്ട മുടി ഇങ്ങനെ വലിച്ചു കെട്ടി കണ്ണ് തിരുമ്മി പുട്ടും കടലും ഉണ്ടാക്കുന്നു. അപ്പൻ കുർബാന കഴിഞ്ഞ് ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് ടേബിളിലോട്ട് ഇരിക്കുമ്പോ അതാ ടേബിളിൽ പുട്ടും കടലയും. ഞാൻ എന്റെ ദൈവത്തോട് ചോദിക്കും, ഈശോയെ, നിന്റെ മുമ്പില് നിന്നെല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന രാവിലെ എഴുന്നേറ്റ് കുർബാന കണ്ട് പ്രാർത്ഥിക്കുന്ന എന്റെ അപ്പൻ, ഇവിടെ രാവിലെ എഴുന്നേറ്റ് അപ്പനൊരു പുട്ടും കടല ഉണ്ടാക്കുന്ന അമ്മ, നിനക്ക് ആരോടാണ് ഒരു ഇറ്റ സ്നേഹം കൂടുതൽ? ഞാൻ പറയും, നീ എന്റെ അപ്പനെങ്ങാൻ തെരഞ്ഞെടുത്ത അന്ന് നമ്മൾ ബന്ധം അവസാനിക്കും. ഈ രണ്ട് യുദ്ധങ്ങളും നടുക്ക് ജനിച്ച മകനാ ഞാൻ. നമ്മുടെ കുടുംബങ്ങളിലില്ലേ ഹസ്ബൻഡിന്റെ ചില താല്പര്യങ്ങളെ പ്രതി സഹിക്കേണ്ടി വരുന്ന ഭാര്യമാരും. എന്റെ അമ്മയ്ക്ക് യാത്ര ചെയ്യുന്നത് വലിയ താല്പര്യമില്ലാത്തൊരു സ്ത്രീയാ. അപ്പന് യാത്ര എന്ന് പറഞ്ഞ ജീവനാണ്. ഒരിക്കൽ എന്റെ ഓർമ്മയില് ഞാൻ 10ാം ക്ലാസ് എഴുതിയിരിക്കുന്ന നേരത്ത് അപ്പൻ റിട്ടയറായി ഇസ്രായേൽ യാത്രയ്ക്ക് പോകണം. നമ്മുടെ ക്രിസ്ത്യാനികളുടെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ച് തൊട്ട് സ്ഥലം കാണുക എന്നുള്ളതാണ്. ബത്ലഹേം പാലസ്തീനൊക്കെ കാണണം. അപ്പൊ അമ്മയുടെ ചെടി നീ വരുന്നോ? ആദർശിന് ഇപ്പൊ ജോലി കിട്ടിയിട്ടുള്ള അരുൺ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ജോലി ആയിട്ടില്ല. ജോസഫ് എന്ന ഒരാളെ മോനുണ്ട്. എത്ര പൈസ മുടക്കി ഇത്രയും വിശുദ്ധനെ കാണാറുണ്ട്. ഇവിടെ ഇരിക്കണ ആള് തന്നെയല്ല അവിടെ ഇരിക്കണേ. അപ്പൊ അമ്മ നീ എന്താ അങ്ങനെ പറഞ്ഞതൊക്കെ ഒരു ഭാഗ്യല്ലേടി? യേശു ജനിച്ചു വളർന്ന നാട്, അയാൾ കുരിശ് തറക്കപ്പെട്ട ആ മുൾക്കിരീടൊക്കെ അവിടെ നമുക്ക് തൊട്ട് പ്രാർത്ഥിക്കാം. അപ്പൊ എനിക്ക് അവിടുത്തെ മുൾക്കിരീടത്തോ തൊട്ടാ മതി. അപ്പൊ അപ്പം പറഞ്ഞു, ഇതൊരു അവസരമല്ലേ എന്നെ കൂട്ടി, എത്രയോ പേര് യാത്ര ചെയ്യും, നമ്മൾ നോക്കി കണ്ടിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഒന്നും നടക്കില്ല. എന്നാൽ നിങ്ങൾ തന്നെ പൊക്കോ, നിങ്ങൾക്ക് എത്ര താല്പര്യം ഉണ്ടെങ്കിൽ. എന്റെ അപ്പൻ അനുസരണയുള്ള ഒരു ഭർത്താവാണ്. പുള്ളി ഒറ്റയ്ക്ക് പോയി. എന്റെ 10ാം ക്ലാസ് തുടങ്ങി ഇന്ന് വിവാഹം കഴിച്ച അവസ്ഥയിലെത്തുന്ന ഇപ്പൊ എന്റെ 30കളുടെ മധ്യത്തിൽ വരെ വലിയൊരു തർക്കം ഉണ്ടാവുമ്പോ അമ്മ പറയും, നിങ്ങൾ തന്നിഷ്ടത്തിന് ഇസ്രായേൽ പോയവനല്ലേ? അപ്പം പറയും, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്? യുദ്ധമാണ്. ഒരുപാട് ആളുടെ വിചാരം ഈ എന്റെ പേരിൽ ജോസഫ് അന്നൻകുട്ടി ജോസഫോട് വീട് സ്വർഗം തന്നെയാണ്. ആത്മാവിൽ തൊട്ട് പറയുന്നു, സ്വർഗമാണ് എന്റെ വീട്. ആ വീട് സ്വർഗമാവാൻ കാരണം
യുദ്ധങ്ങളുടെ ഇടയിൽ ഒരാൾ ഇങ്ങനെ ബേസിക്കലി നന്മയുണ്ട്. ഞാൻ പറയാം, കല്യാണത്തിന്റെ കാര്യത്തിൽ അവസാനം ഞാൻ പറയാം, അപ്പൻ എനിക്കൊരു പ്രൈവറ്റ് വെഡിങ് മതി, എനിക്ക് ആളുകൾ വിളിച്ച്. എന്റെ അപ്പൻ പണ്ട് സമയം കളഞ്ഞിരുന്നത് എങ്ങനെയാ പറയും, എന്റെ അപ്പച്ചൻ കാറ് പാർക്ക് ചെയ്യാൻ എത്ര സെക്യൂരിറ്റിന് വെക്കണം എന്റെ കല്യാണത്തിന്, ഇൻവിറ്റേഷൻ കാർഡിൽ എങ്ങനെ വെക്കണം. അപ്പന്റെ കുറെ കൂട്ടുകാരുണ്ട്, അവരുടെ അഡ്ലക്സിൽ വെച്ച് കിടക്കണം. അവിടെ വലിയ ആളുകളുടെ കല്യാണമൊക്കെ അപ്പോൾ അഡ്ലക്സിലാണ്. എന്നെ അറക്കാൻ വെച്ചിരിക്കുന്നു അപ്പൻ, എന്റെ അപ്പന്റെ എല്ലാ സ്വപ്നവും നടത്താൻ. ആ മനുഷ്യൻ അടിക്കടി ഈ കല്യാണക്കുറി എങ്ങനെയുണ്ട് എന്റെ അടുത്ത് വരുമായിരുന്നു. അയാളോടാണ് ഞാൻ പറയുന്നത്, ആരെയും വിളിക്കുന്നില്ല. അപ്പനമ്മ, അവളുടെ അപ്പനമ്മ, എന്റെ കൂട്ടുകാരായ 2 അച്ഛന്മാര് കെട്ടിക്കാൻ. ദാറ്റ്സ് ഇറ്റ്. നീ കാണിക്കുന്ന അഹങ്കാരമെന്ന് ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. അയാളുടെ സ്വപ്നം മുഴുവൻ അയാളിങ്ങനെ മാറ്റി വെച്ചിട്ട് ഓക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയും, കേട്ടോ ഇവിടെയൊക്കെ നടത്തായിരുന്നു 2000 രൂപ പ്ലേറ്റ്. പക്ഷെ ഇതിന്റെ ഇടയിൽ, ഈ യുദ്ധങ്ങളുടെ ഇടയിൽ നമ്മളിങ്ങനെ നിൽക്കുക, വീഡിയോസ് ചെയ്ത് ഞാൻ വല്ലാണ്ടാണ് നന്നായി പോയി. തമാശ പറഞ്ഞല്ലോ, നമുക്കിങ്ങനെ പൊട്ടിത്തെറി. ഈ നാളെ എനിക്കെന്ത് സംഭവിക്കുന്ന അറിയുള്ള ഭേദപ്പെട്ട മനുഷ്യനാണ്. ട്രാഫിക്കിലൊക്കെ എല്ലൊട്ടിച്ച വണ്ടി ഒരു അപ്പാപ്പനാണ്. സ്റ്റാർട്ടാക്കി നിൽക്കും. ഞാൻ ഹോൺ അടിച്ച് വെറുപ്പിക്കില്ല, മിണ്ടാണ്ടിരിക്കും. അപ്പച്ചനെടുക്കട്ടെ, അല്ലെങ്കിൽ സൈഡിൽ നോക്കിയിട്ട് പോവാ, അല്ലാണ്ട് എടുത്തോണ്ട് പോവാ ഇല്ല. നന്നായി. വണ്ടിയുടെ പുറകിൽ എടുത്തു ഒറ്റടി, പുതിയ വെർണ, സ്വിഗ്ഗി ഓടുന്നവരാണ്. ഇറങ്ങിയിട്ട് എപ്പോഴോ ഓടിക്കണം, വണ്ടി സൈഡാക്കിയിട്ട് വണ്ടിയുടെ ഫോൺ അല്ലെങ്കിൽ നമ്പർ എടുത്ത്, എന്താ എങ്ങോട്ടാ ഓടിക്കണേ, പൈസ എടുക്ക്, ഫോൺ നമ്പറാ. ഏയ് ഇല്ല. സ്വിഗ്ഗി ഓടുന്നവനേക്കാൾ പൈസ എന്റെ കയ്യിലുണ്ട്, ദൈവം അനുഗ്രഹിച്ചിട്ട്. അവരോട് പറയാ, മഴയാടാ, നോക്കി കണ്ടൊക്കെ പോ ചേട്ടാ, കുറച്ചൊന്ന് ഇണങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ, അതേ സെറ്റ് ആയിക്കോളാം, പൊക്കോ. ബെറ്റർ ആയതാ. കാരണം എന്റെ ടാഗ്ഡ് ഫോൾഡേഴ്സിൽ എന്നെ ടാഗ് ചെയ്ത് ഒരു വീഡിയോ കണ്ടു. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോ ജിമ്മ് കഴിഞ്ഞാൽ വേർപ്പൊഴുകി മൂക്കിനോടൊപ്പം അങ്ങനെ അതൊരുത്തും വീഡിയോ എടുത്തിട്ടുണ്ട്. വണ്ടി പോണരുത്, മേറ്റ് ജോസഫ് അന്നംകുട്ടി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ശ്രദ്ധിക്കണം. നമുക്ക് ഇന്നോട് ഈ മനുഷ്യരോട് കുറച്ചുകൂടിയൊക്കെ, പ്രത്യേകിച്ച് റോഡില്, ഞാൻ ഇതും കേരളത്തിൽ പറഞ്ഞതാണ്, വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ട് പോന്നു, ഒരു ബൈക്കാരനെ ഇടിച്ചു പിടിച്ചിട്ട് അവനെ ഒറ്റ എടുക്കലെടുത്തു. അവൻ ഉറക്കെ എന്റെ അമ്മേനെ കെട്ടിക്കാനാണോ പോണെന്ന് ചോദിക്കുന്നു. അകത്തിരിക്കുന്ന ജോസഫ് അന്നംകുട്ടി ജോസാണ്, മോട്ടിവേഷണൽ സ്പീക്കർ. പക്ഷെ അതിന്റെ ഉള്ളിൽ മനുഷ്യൻ, പച്ച മനുഷ്യൻ. പിന്നെ അതാ എന്റെ ചോദിക്കണമെന്നുണ്ട്, ഫ്രസ്ട്രേഷൻ വരുന്നു. ഇതിങ്ങനെ സെക്കൻഡുകൾക്കുള്ള ബ്ലോക്ക് ഉണ്ട്, ഞെരങ്ങിയ പോണേ. അയാൾ തൊട്ട് പുറകിലുണ്ട്. പിന്നെ ആദ്യമായിട്ട് അമ്മയ്ക്കെന്ന് വിളിക്കാൻ കണ്ടോ ചേട്ടാ, നോക്കിലാണ്ട് വണ്ടി ഓടിച്ച് നോക്കൂ. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് ടിവിയില്. പക്ഷെ ഞാൻ ജോസഫിനെ കൂടി ആയിപ്പോയി, വീഡിയോസ് ചെയ്തു പോയി, ഫോർഗീവ്നെസിനെ കുറിച്ച് വീഡിയോ ചെയ്തു പോയി. നമ്മുടെ ഫസ്റ്റ് തോട്ടിനെ മാറ്റി സെക്കൻഡ് തോട്ടിനെ എടുക്കാണ്. വിൻഡോ താത്തുന്നു. അയാൾ അടുത്തെത്തുമ്പോ ചേട്ടാ സോറി കേട്ടോ, കണ്ടില്ലായിരുന്നു. ഇപ്പൊ എന്റെ അമ്മയ്ക്ക് വിളിച്ച മനുഷ്യൻ പൈസ നോക്കിയിട്ട് സോറി. മനുഷ്യരെന്തൊരു നല്ലതാണ് അല്ലേ? മനുഷ്യർ ആക്ച്വലി നല്ലത്. നമ്മള് ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ ആദ്യം മനുഷ്യനായിട്ടൊന്ന് അപ്രോച്ച് ചെയ്യണം. ഞാൻ ഒരു ദിവസം യൂട്യൂബിൽ നോക്കുന്ന സമയത്ത് എന്നെ കുറിച്ചൊരു വീഡിയോ വന്നിരുന്നു. ഒരു തംബ്നെയിലാണ്. തംബ്നെയിലിൽ ഞാൻ ചിരിച്ചു നിൽക്കുന്നു, എന്റെ അപ്പനും അമ്മയുണ്ട് ആ ഫോട്ടോയില്. തംബ്നെയിലില് അടിയിലെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്, എന്റെ അമ്മയെ അപ്പൻ തല്ലുന്നത് കണ്ടു വളർന്ന മകനാണ് ഞാൻ. എന്റെ ആയുസിൽ ഞാൻ എന്റെ അപ്പൻ അമ്മയെ തല്ലുന്ന കണ്ടിട്ടില്ല. വീഡിയോ ഇങ്ങനെ പോകുന്നു. എന്റെ അപ്പൻ എന്നോട് പറഞ്ഞു, എനിക്കൊരു തോമസ് മാഷ് അയച്ചതാണ്, നീ എന്തൊട്ടേക്ക് വിളിച്ച് പറഞ്ഞേ, ഞാൻ എവിടെ തല്ലിന്ന് പറയണേ, കൈ പോലും ഞാൻ ഓങ്ങിയിട്ടില്ല, അവിടെ തല്ല വന്നിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നീ എന്തൊട്ടേക്ക് പറയണേ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആ വീഡിയോ ചെയ്തവനെ കണ്ടപ്പോ, ഞാൻ ആ വീഡിയോ എടുത്ത് നോക്കിയപ്പോ, ഞാനൊരു ടോക്ക് ഷോക്ക് പോയപ്പോ ഞാൻ പറഞ്ഞു, എന്റെ ഒരു കൂട്ടുകാരിയെ അവളുടെ ഹസ്ബൻഡ് KSRTC സ്റ്റാൻഡിൽ വെച്ച് കരണത്തടിച്ച് കേറിപ്പോയി വീട്ടിൽ നിന്ന് പറഞ്ഞു. ഭർത്താവിന്റെ ഉപദ്രവകാരൻ ഇറങ്ങിപ്പോയിരുത്തിയാണ്. അടിച്ചപ്പോ അവൻ പറഞ്ഞു, ഒരടിയൊക്കെ കുഴപ്പമില്ലേ, എന്റെ അപ്പൻ എന്റെ അമ്മയെ തല്ലുന്നാണ്ടായി വളർന്നത്. ഈ കഥ ഞാൻ പറഞ്ഞു. പിന്നെ അവൻ കൊടുത്ത തമ്മിൽ എന്റെ അപ്പന്റെ അമ്മയുടെ ഫോട്ടോ, ഈ ഡയലോഗും. ആദ്യത്തെ ഓപ്ഷൻ മനസ്സിൽ വരുന്നത്, ബ്രോ വൃത്തികേട് കാണിക്കരുത്,
അല്ലെങ്കിൽ സൈബർ സെല്ലിൽ കംപ്ലൈന്റ്, ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ആദ്യം മനുഷ്യനായിട്ടൊന്ന് അപ്രോച്ച് ചെയ്തു. ഡിയർ ബ്രദർ ഓർ സിസ്റ്റർ, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു നീഡ് വ്യൂസ്, ബട്ട് ദ തംബ്നെയിൽ ഈസ് ടെറിബിളി റോങ്. എൻ്റെ അപ്പന് 78 വയസ്സുണ്ട്, അമ്മയ്ക്ക് 68. അവർ ഇതുവരെ തന്നോട് ഞാൻ ഇടിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് പേര് എൻ്റെ അപ്പനമ്മയ്ക്ക് അയക്കുന്നു. ഇതെന്താന്ന് വെച്ചാൽ ഈ പ്രായം അവർക്ക് ഫേക്ക് ന്യൂസ് ഒന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല. എൻ്റെ അപ്പനമ്മയെ അത് ബാധിക്കും, ദയവ് ഇത് റിമൂവ് ചെയ്യുമോ? വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം മറുപടി വന്നു. മാപ്പ് പറഞ്ഞാൽ തീരില്ലെന്നറിയാം, എന്നോട് ക്ഷമിക്കണം, ഞാൻ തംബ്നെയിൽ മാറ്റാം. താൻ തംബ്നെയിൽ മാറ്റി. അഹിംസയാണ് ഏറ്റവും വലിയ ആയുധം. നിങ്ങൾ മറ്റേ ആംഗിൾ ചിന്തിക്കുക. ഞാൻ അവന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നു, ഇങ്ങനെ ഒരു ഓൺലൈൻ ചാനൽ ഇങ്ങനെ വീഡിയോ ചെയ്തിരിക്കും. നാളെ മാവില്ല ഇങ്ങനെയുള്ളവർക്കൊക്കെ. എന്തിനാണ് മറ്റുള്ള ആദ്യം മനുഷ്യരായിട്ട് ട്രൈ ചെയ്യാന്നേ. നമുക്ക് എല്ലാവർക്കും മനുഷ്യരായിട്ടൊന്ന് ട്രൈ ചെയ്യാം ഏതൊരു കാര്യത്തിലും. നിങ്ങളുടെ ബർത്ത്ഡേക്ക്, കല്യാണത്തിന് നിങ്ങളെ വേണ്ടപ്പെട്ട ഒരാൾ നിങ്ങൾ വിളിച്ചില്ല. ഒരു ഓപ്ഷൻ, നിങ്ങളുടെ മകളുടെ കല്യാണം വരുമ്പോൾ അയാളെ വിളിക്കാതിരിക്കുക, കണക്ക് വെക്കാലോ. രണ്ടാമത്തെ വർഷം അയാളെ കാണുമ്പോ എന്തായി പാല് പറയടാ, നിന്നെ കല്യാണം വിളിക്കാൻ വിട്ടുപോയതാടാ. അതിനിപ്പോ എന്താണ്, ഞാൻ എല്ലാം കണ്ടു, നല്ല ചെക്കൻ, മോൾക്ക് പറ്റിയ ചെക്കനാണ്. ഞാന് എന്റെ കല്യാണത്തിന് വിളിച്ച അച്ഛന്മാരില് ഈ സെമിനാരിൽ പോയിട്ട് ഒരുപാട് അച്ഛന്മാർ സുഹൃത്തുക്കളുണ്ട്. ഗുരുക്കന്മാരായ ഒരു 5-6 പേര് ഓൾറെഡി ആയി. പ്രതീഷ് കല്ലറയ്ക്കൽ എന്നൊരു അച്ഛനുണ്ട്. ഞാൻ സെമിനാരിൽ പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ക്രിസ്മസ് കാർഡുകൾ അവൻ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് അന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് എനിക്ക് തരുമായിരുന്നു. കാരണം നീ നിന്റെ അപ്പച്ചനമ്മയ്ക്കൊക്കെ അയക്കുന്നു എന്റെ ഫോട്ടോ വെച്ച്, ഹാപ്പി ക്രിസ്മസ്. അവൻ എൻ്റെ ലെറ്റർ, ഞാൻ സെമിനാരിൽ നിന്ന് ഇറങ്ങി ഞാൻ ബാംഗ്ലൂർ എത്തി പഠിക്കുന്ന സമയത്ത് പ്രതീഷ് കല്ലറയ്ക്കൽ അന്ന് ഒരു എഴുത്ത് എഴുതിയിരുന്നു. ഒരു 5 വർഷം മുമ്പ് ഞാൻ കണ്ടപ്പോൾ അവൻ ആ എഴുത്തിപ്പോഴും സൂക്ഷിച്ചു വെച്ചിരുന്നു. അത്രയാണ് എന്നെ സ്നേഹിക്കുന്ന, ഞാൻ ജോസഫിനെ കാണാൻ പോവാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ഒരുത്തനെ ഞാൻ കല്യാണം വിളിച്ചില്ല. ഞാൻ പറഞ്ഞു, എടാ ഓൾറെഡി 5-6 അച്ഛന്മാരുണ്ട്, നിന്നെ വിളിച്ചാൽ എന്റെ ബാച്ചിലുള്ള പലരെയും വിളിക്കേണ്ടി വരും, എനിക്ക് സങ്കടമുണ്ട്, പക്ഷേ കല്യാണം നടക്കുന്നു, നീ വരരുന്നല്ല അത് പറയില്ല കേട്ടോ. കല്യാണം എനിക്ക് വിളിക്കണം, പക്ഷെ എന്റെ അവസ്ഥ ഇതാണ് പ്രതീക്ഷ. ഒരു കുഴപ്പമില്ല, എടാ ഭംഗിയോടെ കൊച്ചവിടുന്നാണ്, പ്രാർത്ഥിക്കും വെച്ചു. പക്ഷെ എനിക്ക് ഉറക്കം കിട്ടില്ല. പ്രതീഷ് കല്ലറയ്ക്കലാണ് ഞാൻ വിളിക്കാണ്ടിരുന്നത്. രാത്രി പോയി വീണ്ടും വിളിച്ചു, എടാ പ്രതീക്ഷ എനിക്ക് ഉറക്കം കിട്ടണില്ല, എനിക്ക് സങ്കടമായോ? എടാ നിന്റെ കല്യാണത്തിന് പറഞ്ഞോന്നൊക്കെ ഉണ്ട്, അത് ആർക്കാരുണ്ടാവില്ലേ, എത്ര പേർക്കുണ്ടോ, നീ ഇങ്ങനെയല്ലേ നടത്തണേ. ഞാൻ നിനക്കറിയാം പണ്ടോട് ഈ ഫോട്ടോസ് എടുക്കുക, ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒരുത്തനാണ് ഞാൻ. ചില സമയത്ത് ഞാനെടുത്ത നല്ലൊരു ഷോട്ട് ഉണ്ടാവും, എന്റെ ഫേവറേറ്റ് ഷോട്ട്. ഈ റീല് 1 മിനിറ്റിനുള്ളിൽ തീർക്കണം. എന്റെ ആ ഫേവറേറ്റ് ഷോട്ട് വെച്ചാൽ 1 മിനിറ്റ് കഴിയും, അതിന്റെ മൊത്തത്തിലുള്ള ഒരു വർക്ക് മോശമാവും. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ വേദനയോടുകൂടി എന്റെ ഫേവറേറ്റ് ഷോട്ട് ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഐ നോ that I am your favorite shot. പക്ഷെ നീ അത് ഡിലീറ്റ് ചെയ്യുന്നത് എനിക്ക് വ്യക്തമായി മനസ്സിലാവും. ആ പേര് നീ എങ്ങനെ എന്നെ വിളിച്ചാൽ ബാച്ചിലുള്ള 32 പേരെ വിളിക്കേണ്ടി വരും, സെമിനാറിലുണ്ടായിരുന്നവരെ. എടാ ചിലരെ നമ്മൾ ഒഴിവാക്കട്ടെ, എനിക്കതില് ഒരു വേദനയില്ല. ഞാൻ കടന്നുപോയ യുദ്ധത്തിൽ ഞാൻ വിളിക്കാതിരുന്ന എന്റെ ചങ്ങാതി ഒരു പരാതി പോലുമില്ലാതെ എന്നെ ഇങ്ങനെ സുഖപ്പെടുത്തുന്നു. ഞാനും എന്റെ ഭാര്യയും കൂടി അവരെ കാണാൻ പോയി. ഇപ്പൊ എന്റെ വൈഫിങ്ങനെ എല്ലാവരും ഇപ്പൊ കാണുന്ന കൂടെ അച്ഛന്മാരെ, എന്റെ ഗുരുക്കന്മാർ, ഈ പള്ളിയിലായിരുന്നു സെമിനാരി ആയതുകൊണ്ട് അച്ഛന്മാരാണ് എന്റെ കൂട്ടുകാർ മുഴുവൻ. ഓരോരുത്തരെ കാണുന്നു. ഈ പ്രതീക്ഷനെ കണ്ടു കഴിഞ്ഞ് അകത്ത് കയറിയപ്പോ വൈഫ് പറയുന്നു, പ്രതീക്ഷത്തിന് വല്ലാത്തൊരു ഓറയാണ്, നമുക്കൊരു കൊച്ചുണ്ടാവാണെങ്കിൽ പ്രതീക്ഷനെ കൊണ്ട് മാമേസ് നോക്കിക്കാം. ഞാൻ പറഞ്ഞു, നീ ഇതുവരെ കണ്ട ആരെ കുറിച്ച് അത് പറഞ്ഞില്ലല്ലോ. ഇല്ല, എന്തോ ഒന്ന് അയാളുടെ ഇടപെടലുകളിൽ വർത്തമാനത്തിലുണ്ട്, എന്തൊരു ഓറ എന്നാ പറഞ്ഞു. എന്റെ വൈഫ് യോഗയൊക്കെ പഠിക്കുന്ന സ്ത്രീയല്ല, പെൺകുട്ടിയാണ്. 14 വർഷം യോഗ പഠിക്കുന്നു. അതിന്റെ ഒരു വെട്ടമുള്ള ഒരു പെൺകുട്ടിയാണ്. ഞാനിങ്ങനെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്, ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ പ്രതീക്ഷ ആയിക്കോട്ടെ എന്നാ. കാരണം ഞാനിങ്ങനെ ഉറക്കമില്ലാണ്ട് കിടന്നപ്പോ സ്വയം വേദനയായിട്ട് അയാൾ എന്റെ ഉറക്കം ഭംഗിയാക്കി തന്നു. നമുക്കും കുറെ കൂടി നല്ല മനുഷ്യരാവാന്ന് തോന്നും. ആരും കാണാത്ത യുദ്ധങ്ങൾ, അതാണല്ലേ പുസ്തകം. ആ പുസ്തകം നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതുപോലുള്ള കൊച്ചു കൊച്ചു കഥകളാണ്. ഞാൻ ഈ പറഞ്ഞ കഥകളെല്ലാം അതിനകത്തില്ല. ഇതുപോലെ വളരെ ഡീപ്ലി എന്നെ മൂവ് ചെയ്ത കുറെ മനുഷ്യർ, എന്റെ തന്നെ ചില മോശപ്പെട്ട അവസ്ഥകൾ. ഇപ്പൊ ബുക്കിന്റെ
പ്രീ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. MBIBooks.com-ലൂടെയും മാതൃഭൂമിയുടെ ബുക്ക് സ്റ്റോറിലൂടെയും പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. ഇന്നുകൂടി നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാം. പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് മഹത്തായ എൻ്റെ ഒപ്പ്. വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് ചിലപ്പോൾ ഞാൻ അറിയിക്കാറുണ്ട്, എഴുത്തുകാരൻ്റെ ഒപ്പോടുകൂടി വാങ്ങിക്കുമ്പോൾ അതിൽ അത്ര പേർക്ക് വലിയ കാര്യമുണ്ടോ? എന്നെ അത് ഫാസിനേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ ഒപ്പുണ്ട്. നിങ്ങളെ ഫാസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു ഒപ്പുണ്ട്, അതിൻ്റെ ഒപ്പം ഒരു കുറിപ്പും ഉണ്ട്. ആ പ്രീ ബുക്ക് ചെയ്തവരോട് മാത്രം, അവർക്ക് വേണ്ടി മാത്രം ഞാൻ എഴുതിയൊരു 4 വരി എക്സ്ക്ലൂസീവിന്റെ പേര് വെച്ചല്ല, ജനറൽ റൈറ്റപ്പ് ആണ്. അതിങ്ങനെ ആ ബുക്കിന്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒപ്പും ആ കാർഡും പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും കിട്ടും. ഇനി പ്രീ ബുക്ക് ചെയ്യാൻ പൈസ ഇല്ലാത്തവർക്ക് ആ കാർഡ് വേണമെന്ന് ഞാൻ തരാം. വലിയ ആനക്കാരൊന്നുമില്ല. എങ്കിലും അത് നമ്മളിങ്ങനെ ഒരു ബുക്ക് ചെയ്യുമ്പോൾ അതിനുള്ള കാർഡ്, ഒരു നോട്ടൊക്കെ, ഒരു പേഴ്സണലി ഒരു സാധനം കിട്ടുമോ? അപ്പൊ നിങ്ങളെല്ലാവരും ആരും കാണാത്ത യുദ്ധങ്ങൾ കണ്ടുമുട്ടുമെന്നും നിങ്ങൾ കടന്നു പോകുന്ന യുദ്ധങ്ങളിൽ നിങ്ങളത് സഹായിക്കുമെന്നും അങ്ങേയറ്റം മുറിവേറ്റ ഒരു ചെറുപ്പക്കാരൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കിനി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. 10 മിനിറ്റ് ഉണ്ട്. യുദ്ധങ്ങളെ പറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇതെൻ്റെ 3ാമത്തെ ടോക്കാണ്, സാറിൻ്റെ 3ാമത്തെ ടോക്കാണ്. എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കാത്തിരിക്കുകയാണ്. വാട്സാപ്പ് ഗ്രൂപ്പിലെ ഒരംഗമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ചോദ്യം, ഇത്രയും ഞാൻ ഫോളോ ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരാളാണ് സാറിനെ. ഇത്രയും ബുക്സ് കണ്ടിട്ടുണ്ട്. ഒരു ടോക്കിൻ്റെ വീഡിയോ യൂട്യൂബിൽ പലവട്ടം കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് സാർ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ മുന്നിൽ ഒരാൾ നിന്ന് പോകുന്നു, പുറകിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയണമെന്നുണ്ട്, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ ട്രിഗർ ചെയ്ത് പോകുന്നു, നമുക്ക് അയാളോട് എന്തെങ്കിലും തിരിച്ച് പറയണമെന്നുണ്ട്. പക്ഷെ ചെയ്ത വീഡിയോസിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് തിരിച്ചു പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് അതിനൊരു പോസിറ്റീവ് സെൻസിൽ എടുക്കാം. അതായത് അതങ്ങനെയാണ്, ലൈക്ക് നമുക്കൊരു ക്ഷമ എന്നുള്ളൊരു ശീലമുണ്ടെങ്കിൽ അത് നല്ലതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊരു പരിധി കടന്നു കഴിഞ്ഞാൽ നമുക്കതൊരു ഭാരമല്ലേ? സാറിന് ഒരു ഭാരമായി ഇതുവരെ തോന്നിയിട്ടുണ്ടോ? ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ഭാരമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പിന്നെ അത് എളുപ്പമാണ് ഒന്ന് പ്രതികരിക്കാൻ. നമ്മുടെ ഇന്നത്തെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ ട്രാഫിക്കിൽ ഒരുത്തം വന്ന് എൻ്റെ വണ്ടി മേടിച്ചു. ഞാൻ ആദ്യം ക്ഷമാപൂർവ്വം അവരോട് പറഞ്ഞു, സാരില്ല. എന്ത് സാരില്ല, നിങ്ങളെ ഓട്ടം വെച്ചെന്ന് വയ്ക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു, അല്ല നിങ്ങളെ ഓട്ടം. പിന്നെ അടിയാവുന്നു. അയാളുടെ തലവന്ന് ഞാൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടിക്കുന്നു അയാളെ. ആ ഇടിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വരുന്നു. എൻ്റെ ഇനി ഞാൻ പറയുന്ന വാചകങ്ങൾക്ക് വിലയിടിയും. പോപ്പ് ഫ്രാൻസിസിനെ അറിയാലോ എല്ലാവർക്കും. അദ്ദേഹം വല്ലപ്പോഴും ജനങ്ങളുടെ ഇടയിലേക്ക് വിസിറ്റിന് ഇറങ്ങുന്നത്. അപ്പൊ അദ്ദേഹത്തെ തൊടാനും ഉമ്മ വയ്ക്കാൻ ആൾക്ക് ഭയങ്കര. ഒരു സ്ത്രീ, എന്റെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു വലിച്ചു പിതാവിനെ. പിതാവ് ഒറ്റടി കൊടുത്തു. ആര്? മാർപ്പാപ്പ. ഒറ്റടി. എന്റെ അച്ചാച്ചന്മാർ ഇപ്പോഴും പറയുന്നത് മാർപ്പാപ്പ വേറെ തല്ലിയിട്ടുണ്ട്. മാർപ്പാപ്പ അത്രയത്തിൽ അത് ഒതുങ്ങി. എത്രയോ ഈ ലോകത്തെ മാറ്റിമറിക്കാൻ സഹായിച്ച ആശയങ്ങൾ പറഞ്ഞതാണ് പോപ്പ് ഫ്രാൻസിസ്. പക്ഷെ ഒരുപാട് മനുഷ്യരില്ല തല്ലുന്ന സാധനം രജിസ്റ്റർ ആയിട്ടുള്ളൂ. അപ്പൊ അതിന് അവസരം കൊടുക്കാതിരിക്കാൻ എനിക്ക് സഹിച്ചേ മതിയോ? എനിക്ക് ഇത് പാരസെറ്റമോൾ ഒരു മരുന്ന് കഴിയുമ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ലേ? ദൈവം എന്റെ കൈവെള്ളയിൽ ഒരു ഗിഫ്റ്റ് വെച്ച് തന്നു. അന്നക്കുട്ടി, നീ നാളെ സംസാരിക്കുമ്പോൾ കേൾക്കാൻ ആളുകൾ ഉണ്ടാവും, പക്ഷേ നിനക്ക് ഭാരമായിരിക്കും. നിന്റെ കയ്യിൽ വെച്ച് തന്നിട്ടുണ്ട്, ഇത് കൊണ്ടു നടക്കുമ്പോൾ നിനക്ക് ഭാരമായിരിക്കും. പക്ഷെ ഈ ഭാരം കണ്ട് ആശ്വസിക്കാൻ കുറെ ആളുകൾ വരും. ആ ഭാരം എനിക്ക് എടുത്തേ പറ്റൂ. ഞാൻ അത് ഗ്രേസ്ഫുൾ എടുത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ട് പോകരുതെന്ന് ദിനവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എൻ്റെ ഭാഗത്തൊരു ചീത്തയോ ഒരു മോശപ്പെട്ട കാര്യം എന്നെ കുറിച്ച് വാർത്ത ഉണ്ടായാൽ എൻ്റെ കൂടെ സെൽഫി എടുത്തവർ എന്ത് ചെയ്യും? എൻ്റെ എല്ലാ ടോക്ക് ഷോസും കണ്ട നീ എന്ത് ചെയ്യും? എന്നെ കാത്തിരിക്കുന്ന കണ്ട മനുഷ്യൻ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മൾക്ക് ഈ ഭാരം ഇങ്ങനെ കർത്താവ് കുരിശ് വന്ന പോലെ നമ്മളിങ്ങനെ ഇൻവിസിബിൾ ക്രോസ് കൊണ്ട് നടക്കുന്നുണ്ട്. താങ്ക് യു. ഹലോ, എൻ്റെ പേര് സൈനുദ്ദീൻ. ഞാൻ എടപ്പാൾ സ്വദേശിയാണ്, മലപ്പുറം ഡിസ്ട്രിക്ട്. അത് ക്വസ്റ്റ്യൻ ഇല്ല, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഹേർട്ട് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ. ഈ ട്രാജഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തും എങ്കിലേ ട്രാജഡി ആവൂ. ഈ ജീവിതത്തിൽ
ഹാപ്പിനെസ്സും അൺഹാപ്പിനെസ്സും ഉണ്ടാവും. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ്. ഫോർ എക്സാമ്പിൾ ഒരു കാര്യം പറഞ്ഞു, ഒരു പെൺകുട്ടി ഈ അദ്ദേഹം ഡാഡിയുടെ ഒരു ന്യൂഡിറ്റി ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ കണ്ടു. ഇത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫാമിലി ചർച്ച ചെയ്യണം. എന്നിട്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഡിഫെൻഡിങ്, ആക്സെപ്റ്റിംഗ്, ഡിഫെൻഡിങ്, ഇഗ്നോറിങ് എന്ന് പറഞ്ഞ സാധനം ഇനി അത് മനസ്സിൽ പോലും വെക്കാൻ പാടില്ല. നെവർ റിപ്പീറ്റഡ്. അതല്ലാതെ നോ സൊല്യൂഷൻ അബൌട്ട് ഇറ്റ്. താങ്ക് യു. എന്നെ സംബന്ധിച്ച് ഒരു വലിയ ആശയമാണ് പറഞ്ഞത്. ചില ആളുകൾക്ക് ഇതിനുള്ള വലിപ്പം ഉണ്ടാവില്ല, ചർച്ച ചെയ്യാനുള്ള ധൈര്യം ചിലർക്ക് ഉണ്ടാവില്ല. ചർച്ച ചെയ്താൽ ഒരു ഭാരത്തിലേക്ക് വരുമായിരിക്കും. പക്ഷെ ചില ആളുകൾക്ക് അതിനുള്ളൊരു ഹൃദയത്തിന് മനക്കെട്ടി ഉണ്ടാവുമോ എന്ന് അറിയില്ല. ബട്ട് ചർച്ച എന്തെങ്കിലും ഒരു പരിഹാരത്തിലേക്ക് നയിക്കാവുന്ന ഒരു കാര്യമാണ്. താങ്ക് യു. ഈ ഏകാന്തതയും സോളിറ്റ്യൂഡ് ആൻഡ് ലോൺലിനെസ്, നേരത്തെ സെഷനിൽ സാറ് പറഞ്ഞു, ജോസഫ് പറഞ്ഞു that you were alone all along your life, but now today or yesterday night you missed your wife. I am also lonely because of many reasons. I lost my wife and my 2 daughters. But there is a subtle difference between loneliness and solitude. How do you differentiate that, sir? സൽമാൻ ഖാൻ ഇതിനൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സൽമാൻ ഖാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ എവറിത്തിങ് ബട്ട് നോബഡി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ യു. ബീയിങ് സോളിറ്റ്യൂഡ് ഓർ എലോൺ എന്ന് പറഞ്ഞാൽ ഓൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ യു ബട്ട് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദം. പിടുത്തം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ആർക്കും നമ്മളെ വേണ്ട, നമ്മൾ ഒറ്റപ്പെട്ടു പോവാം. എലോൺ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ എല്ലാം ആവാം, ഞാൻ മാറി നിൽക്കുക. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ജനിച്ചു വീണപ്പോൾ ഒറ്റയ്ക്കാണ്, മരിച്ചപ്പോഴും ഒറ്റയ്ക്കാണ്, അതിൻ്റെ ഇടയിൽ ഒറ്റയ്ക്ക് തന്നെയാണ്. നമുക്ക് നമ്മളേ ഉള്ളൂ. നമ്മളായിട്ടുള്ള കൊണ്ടു നടക്കുന്ന ആരെയാണെന്ന് അറിയോ? നമ്മുടെ ഈ ശരീരത്തിലല്ലേ. എൻ്റെ കൂടെ ഉള്ളത് ഈ ബോഡി മാത്രമാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് ടെമ്പററി ഈ കാലഘട്ടം അതിജീവിക്കാൻ കുറെ പേര് സഹായിക്കും എന്ന് മാത്രം. ചില ഇപ്പോ ഒരാള് ഒരു പുഴ കടക്കണ അയാൾക്ക് ഒരു വഞ്ചി കണ്ടു, അയാൾ ആ വഞ്ചിയിൽ കയറി ആ വഞ്ചിയാണ് പുഴ കടക്കാനുള്ള സാധിച്ചു, കുത്തി ഒളിക്കുന്ന പുഴ. എനിക്ക് തന്നെ സഹായിച്ച് വഞ്ചി ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അയാൾ ചെറിയ വഞ്ചി, വലിയ ഭാരമില്ല, അതിങ്ങനെ ചുമന്നിട്ട് കാട്ടിലൂടെ ഓടുമ്പോൾ വള്ളികൾ ഇടിക്കുക. ഒടുവിൽ തിരിച്ചറിയാണ്, എന്നെ ഇവിടെ വരെ എത്താൻ സഹായിച്ച വഞ്ചിയെ ഇനി ഞാൻ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു, ഇനി എന്നെ ഇതിന് സഹായിക്കാൻ പറ്റും. ചില തീരുമാനം ലൈഫ് അങ്ങനെ ചില സമയത്ത് ചില നമുക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും, ഇപ്പൊ സാറിന്റെ ലോസ് ഓഫ് വൈഫ്, സാർ ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും റീപ്ലേസ് ആവില്ല. കാരണം ഞാൻ ഇന്നും എല്ലാ ദിവസവും രാവിലെ അമ്മ ചെന്നിങ്ങനെ അപ്പന്റെ ഡോറിൽ മുട്ടും, ഭാഷ എഴുന്നേക്ക്. നേരത്തെ എഴുന്നേറ്റ് ഞാൻ ആ കൊട്ടി കേൾക്കും. അമ്മ രണ്ടാമതും കൂടാണ്, ഭാഷേ എഴുന്നേക്ക്, അപ്പ ചങ്ക് പറിക്കും. മൂന്നാമത്തെ കൊട്ടയിൽ അപ്പൻ എഴുന്നേറ്റില്ലെങ്കിൽ ഇറ്റ്സ് പെയിൻഫുൾ. പക്ഷെ എനിക്കറിയാവുന്നത് വൺ ഡേ മൈ ഫാദർ വിൽ ലീവ് മീ. അതുകൊണ്ട് ഇപ്പൊ ആ മനുഷ്യന്റെ കൂടെ ഉള്ളപ്പോ അപ്പനെ കുറിച്ച് തമാശകൾ പറയാ. അപ്പന് ഭയങ്കര ഇഷ്ടം അപ്പനെ ഞാൻ കളിയാക്കുന്നത് ടോക്ക് ഷോസിലൊക്കെ. എന്റെ അപ്പൻ ഈ വീഡിയോ വരാൻ വേണ്ടി കാത്തിരിക്കുക അവിടെ. എന്നിട്ട് എത്ര കമന്റ് അപ്പനെ കുറിച്ച് നിങ്ങൾ ചെയ്യേണ്ട എനിക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം, അപ്പനെ കുറിച്ച് പറഞ്ഞ് ഇഷ്ടപ്പെട്ടു. ഇതും വീഡിയോയിൽ വരൂലേ. മാതൃഭൂമിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ് എഡിറ്റ് ചെയ്യാ. അപ്പന് ഭയങ്കര സന്തോഷമാണ്. അപ്പനുണ്ട്, എടാ 3 പേര് എന്നെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഈ വ്യൂസിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. ഇടയ്ക്ക് അപ്പം വന്നിട്ട് പറയും 1 lakh വ്യൂസ്. നന്നായിട്ടില്ല അപ്പൻ, 1 lakh വ്യൂസ്. ഓ അറിയില്ല കേട്ടോ, അപ്പം പോയി ഞാൻ എന്ത് ചെയ്യുന്നു, ആരിലൊക്കെ വരുമായിരിക്കും നമുക്ക്. ഇപ്പോ സാറ് കഴിഞ്ഞ സെഷനിൽ ഉണ്ടായത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ ആദ്യത്തെ സെഷനിലുള്ളതും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ ബുക്കിന്റെ കവറിന്ന് റിലീസ് ചെയ്തായിരുന്നു. നമുക്ക് സെലിബ്രിറ്റീസിനൊന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു ആരില്ല റിലീസ് ചെയ്യാൻ, ഓഡിയൻസിൽ നിന്ന് ആരെങ്കിലും വന്ന് റിലീസ് ചെയ്യാൻ ഓടി വന്ന ചേട്ടനാണ് അദ്ദേഹം. എത്ര കൈ കൊടുക്കാവോ?
എന്നെ സാറിനൊന്നും വിളിക്കരുത്, നമ്മളെ വല്ലാണ്ട് ചൂടി പോകും. താങ്ക് യു ഫോർ ആസ്കിങ്. ആരിലൊക്കെ വരട്ടെ. ജസ്റ്റ് വൺ ഒബ്സർവേഷൻ. ഇതിപ്പോ സോളിറ്റ്യൂഡ് ആയാലും ലോൺലിനെസ് ആയാലും മലയാളത്തിൽ ഒരു വാക്കേ ഉള്ളൂ, ഏകാന്തത. നമുക്കിപ്പോ ഏകാന്തത എന്ന് പറയുമ്പോഴത്തേക്കും അത് സോളിറ്റ്യൂഡ് ആണോ ലോൺലിനെസ് ആണോ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഒരു ഡെഫിനിഷൻ അരികിൽ നീ ഉണ്ടായിരുന്നു. യെസ്. അത് പിന്നെ വേറൊരു കാര്യം, ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഇഫ് യു സേ ദാറ്റ് യു ആർ ഹാപ്പി, യു ആർ യുവർ ഡേ ഈസ് വിത്ത് യു. ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണ്. സഹായിക്കട്ടെ. താങ്ക് യു.